ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് അല്ലായിരുന്നു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞതായിരുന്നു അല്ലേ? നമുക്ക് ഇതിന്റെ ബാക്കിയല്ലേ പറയാനുണ്ടായിരുന്നത്? ഓക്കെ, ഇനി ഏതാ ഉള്ളതെന്ന് വെച്ചാല് ഇൻജെക്റ്റബിൾസ് ആയിട്ടുള്ളതും ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതുമായിട്ടുള്ള കോൺട്രാസെപ്റ്റീവ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇതിലും ഏതാണ് വരുന്നത്? ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും കോമ്പിനേഷൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെയും യൂസ് ചെയ്യുന്നത്. നമ്മൾ പിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിൽസും എങ്ങനെയാണ് ഈസ്ട്രജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോണിന്റെ കോമ്പിനേഷൻസ് ആണ് അധികം യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ പ്രൊജസ്ട്രോൺ മാത്രമായിട്ട് നമ്മൾ പിൽസ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, പ്രൊജസ്ട്രോൺ മാത്രമായിട്ട് കൊടുക്കുമ്പോൾ പക്ഷെ അതിന് കുറച്ചും കൂടി സൈഡ് എഫക്ട്സ് കൂടുതലായതുകൊണ്ട് എന്തും കൂടി ചേർത്തു ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കൂടിയുള്ള കോമ്പിനേഷൻസ് ആണ് അധികം എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രൊജസ്ട്രോൺ ശരിക്കും എന്താണ്? പ്രഗ്നൻസി ഹോർമോൺ ആണ് അല്ലെ? അവരെന്ത് ചെയ്യും? ആ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ല്യൂട്ടനൈസിങ് ഹോർമോൺ അതിന്റെ ഒക്കെ സെക്രീഷൻസിനെ അത് എന്താണ് തടയുകയല്ലേ ചെയ്യുന്നത്. കാരണം ഇനി ഓവുലേഷൻ വേണ്ട, ഓവുലേഷൻ ഒരു പ്രഗ്നൻസി ഇതാക്കുകയാണെങ്കിൽ ഇനി ഓവുലേഷന്റെ ആവശ്യമില്ല എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഈ ഒരു പ്രൊജസ്ട്രോൺ ആണ് അല്ലെ? അപ്പം അത് തന്നെ ആ ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ അവർ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ? ഈ ഒരു പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യും? FSHന്റെയും LHന്റെയും ആ ഒരു എന്താണ് അവരുടെ ആക്ടിവേഷൻ അല്ലെങ്കിൽ ഗൊണാഡോട്രോപ്പിൻസിന്റെ റിലീസിനെ അത് എന്താണ് അതിനെ കുറച്ച് വെക്കും. അപ്പോഴെന്താവും? ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൈമറി ഫോളിക്കിൾസ് ഇതിൽ നിൽക്കുന്ന അതിന്റെ മെച്ചുറേഷൻ എന്ത് ചെയ്യില്ല? നടക്കില്ല. അങ്ങനെ മെച്ചുവർ ആയിട്ടുള്ള ഓവം ഇല്ലെങ്കിൽ എന്ത് നടക്കില്ല? ഫെർട്ടിലൈസേഷൻ നടക്കില്ല അല്ലെ? ഇപ്പം ഓവുലേഷൻ നടക്കേണ്ട സമയത്ത് എന്ത് ഉണ്ടാവില്ല? മെച്ചുവർ ആയിട്ടുള്ള ഒരു ഓവം ഉണ്ടാവില്ല. അവിടെ ഫോളിക്കിൾസ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? മെച്ചുവർ ആയിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? പ്രൊജസ്ട്രോൺസ് ചെയ്യുന്നത്. ഈസ്ട്രജനും അതുപോലെ തന്നെ എന്തിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈസ്ട്രജൻ FSHന്റെ റിലീസിനെ എന്ത് ചെയ്യാണ്? തടയുകയാണ് ചെയ്യുക. ഓക്കെ, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ഓക്കെ, പ്രൊജസ്ട്രോൺ വേറെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ല്യൂട്ടനൈസിങ് ഹോർമോൺ അല്ലെങ്കിൽ LHനെ എന്ത് ചെയ്യും? അതിന്റെ സർജിങ് ആ ഒരു 14th ഡേന്റെ മുമ്പിലാവുമ്പോൾ എന്തുണ്ടാവണം? ആ ഒരു LH ഭയങ്കരമായിട്ട് കൂടുതൽ ഉണ്ടാവണം അല്ലെ? ആ ഒരു ഇതിൻ്റെ LHന്റെ ആ ഒരു ഇത് ഡിക്രീസ് അല്ലെങ്കിൽ കുറവുണ്ടായി കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു സർജ് ഉണ്ടായിട്ടില്ലെങ്കിൽ ഓവുലേഷനും ഉണ്ടാവില്ല അല്ലെ? അപ്പൊ അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പ്രൊജസ്ട്രോൺ ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ കോമ്പിനേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? പിൽസ് ആയിട്ടും യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇൻജെക്ഷൻസ് ആയിട്ടും ഇംപ്ലാന്റ്സ് ആയിട്ടും ഒക്കെ ഇവരെ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇൻജെക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇൻജെക്ഷൻ എന്താണ് പിൽസ് ആയിട്ടും കൊടുക്കുന്നുണ്ട്, ഇൻജെക്ഷൻസ് ആയിട്ടും ഇംപ്ലാന്റ്സ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. ഇൻജെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഡയറക്റ്റ് ബോഡിയിലേക്ക് ഇതാക്കുന്നതാണ്. ഇംപ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് ഇതാക്കാം. എന്നുവെച്ചാൽ ഫോറാമിന്റെ ജസ്റ്റ് സ്കിന്നിന്റെ അണ്ടറിൽ ഇംപ്ലാന്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് അതിന്റെ ജസ്റ്റ് ഒരു സ്റ്റാമ്പ് പോലെയുള്ള അല്ലെങ്കിൽ സാധനം നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് മാത്രം എന്ത് ചെയ്യുക? ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. അത് ഉള്ളിലേക്ക് എടുക്കാനുള്ള രീതിയിൽ അങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ ആ ഒരു കോമ്പിനേഷനെ നമ്മുടെ പ്രഗ്നൻസി അല്ലെങ്കിൽ നമ്മുടെ ഇത് തടയാൻ വേണ്ടിയിട്ട്, ഫെർട്ടിലൈസേഷൻ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ പിൽസ് അല്ലെങ്കിൽ ഈ ഒരു ഇഞ്ചക്ഷൻ ആക്കുന്നത് അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ് ഒക്കെ ഏകദേശം 72 മണിക്കൂറിനും ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിയും. ഇതാണ് ഇന്റർകോഴ്സ് അല്ലെങ്കിൽ കോയിറ്റസ് കഴിഞ്ഞതിന് ശേഷം ഒരു 72 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ ഉള്ളിൽ എങ്ങനെയായാലും അത് എത്തിയിരിക്കണം. അത് കഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അത്ര ഫലമായിട്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞെടുത്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 72 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ നമ്മുടെ ഉള്ളിൽ എത്തിയിരിക്കണം. നമ്മളെ റേപ്പിന്റെ കേസിലൊക്കെ ഒരു പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 72 hours കൊടുക്കുന്നത് എന്താണ്? ഈ ഒരു ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിന്റെ കോമ്പിനേഷൻ ആണ്. ഈ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ മാത്രമല്ല, കാഷ്വൽ ആയിട്ടുള്ള ഇന്റർകോഴ്സിൽ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അടുത്ത മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സർജിക്കൽ മെത്തേഡ് ആണ്. സർജിക്കൽ മെത്തേഡ് ആണ് നമുക്ക് പറയുമ്പോൾ തന്നെ എന്താണ്?
എന്തോ അങ്ങനെ സർജറി ചെയ്തിട്ട് ആക്കുന്നതാണ് അല്ലെ. അതിന്റെ മെഡിക്കൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ സർജറി നടത്തിയിട്ടാണ് ആക്കുന്നത്. അപ്പൊ അതിന് വേറൊരു പേരും കൂടി പറയും. എന്താണ്? സ്റ്റെറിലൈസേഷൻ എന്നും കൂടി പറയും. ഓക്കെ, എന്ത് പറയും? സ്റ്റെറിലൈസേഷൻ എന്നും കൂടി പറയും. അപ്പം സർജിക്കലി അവരെന്താണ് ചെയ്യുന്നത്? ഇവിടെ എല്ലാവരും ചെയ്യുന്നത് എന്താണ്? ഗാമീറ്റിന്റെ ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യരുത്, ഈ ഓവവും സ്പേമും തമ്മിൽ മീറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ എന്ത് ചെയ്യരുത്, ഈ ഒരു മീറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സൈഗോട്ട് അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് ഫോമിലായിട്ടുള്ള അല്ലെങ്കിൽ സൈഗോട്ട് എംബ്രിയോ അതെന്ത് ചെയ്യരുത്, അത് ആ ഒരു യൂട്രൈൻ വോളില് ഇംപ്ലാന്റ് ചെയ്യരുത്. ഓക്കെ, ഇംപ്ലാന്റേഷൻ നടക്കരുത്. ഇനിയിപ്പോ ഇംപ്ലാന്റ് ചെയ്താലും ഈ ഒരു ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ പോലുള്ളതൊക്കെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാല് ആ ഒരു വോളിനെ എന്ത് ചെയ്യും, ആ ഒരു ലൈനിങ്ങിനെ, എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ ഭയങ്കര തിന്നാക്കി മാറ്റും. ശരിക്കും ഒരു തിക്ക് ലൈനിങ് അല്ലേ വേണ്ടത്, പക്ഷെ അതിനെ തിന്നായിട്ട് മാറ്റും. അങ്ങനെ തിന്നായിട്ട് മാറ്റി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? ഇംപ്ലാന്റ് ചെയ്യാൻ മര്യാദയ്ക്ക് പറ്റില്ല. ഇപ്പൊ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതാണെങ്കിൽ തന്നെ അത് ഈസി ആയിട്ട് എന്ത് ചെയ്യും, അത് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, മെൻസ്ട്രേഷനിലൂടെ അങ്ങ് പോവുകയും ചെയ്യും. ഓക്കെ, അത് മാത്രമല്ല ഈ ഒരു ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ വേറൊരു ഇതുകൂടി ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല് നമ്മുടെ മ്യൂക്കസ് ഇല്ലേ, വെജൈനൽ ആ ഒരു ഇതിലുള്ള മ്യൂക്കസിനെ ഭയങ്കര തിക്കാക്കി വെക്കും. വെജൈനൽ ആ ഒരു ഇതിലുള്ള മ്യൂക്കസിനെ തിക്കാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്പേംസിന് അതിലൂടെ എൻറ്റർ ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കുറവായിരിക്കും. ഓക്കെ ഓക്കെ ബാക്ക് ടു ഈ ഒരു സർജിക്കൽ മെത്തേഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു സർജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആണ്. എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സർജറി വഴി അതിന്റെ ട്രാൻസ്പോർട്ട്, ആ ഒരു ഗമീറ്റ്സിന്റെ ട്രാൻസ്പോർട്ട് അവിടെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് എന്താണ്, കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ ഫെയിലിയർ റേറ്റ് ഒരു 0% എന്നൊക്കെയാണ് പറയുന്നത്. ഫെയിലിയർ റേറ്റ് വളരെ കുറവാണ്. പക്ഷെ എന്തുണ്ടാകുന്നുണ്ട്, റെയർ കേസിൽ ഇതിന് ഫെയിലിയർ ഒക്കെ നടക്കാറുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്, ഫെയിലിയർ റേറ്റ് ഭയങ്കര കുറവാണ്. ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫെയിലിയർ റേറ്റ് ഭയങ്കര കുറവാണ്. പക്ഷെ റെയർ കേസസിൽ എന്തുണ്ടാവാറുണ്ട്, ഇതിനും ഫെയിലിയർ ഉണ്ടാവാറുണ്ട്. പിന്നെ റിവേഴ്സിബിലിറ്റി പുവർ ആണെന്ന് എന്ന് വെച്ചാല് നമ്മൾ എന്താ ഇപ്പൊ ചെയ്യുന്നത്, അത് കട്ട് ചെയ്ത് കളയുക ചെയ്യുന്നത് അല്ലെ. കട്ട് ചെയ്ത് സർജിക്കലി എന്തെങ്കിലും ഒരു സാധനം കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ഫെയിലിയർ റേറ്റ് ഭയങ്കര കുറവാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, അത് തിരിച്ച് പഴയ പോലെ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഇതാക്കി മാറ്റാനും എന്താണ് ചാൻസ് കുറവാണെന്ന്. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള സർജിക്കൽ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? വാസെക്ടമിയും ഉണ്ട്, ട്യൂബെക്ടമിയും ഉണ്ട്. അപ്പൊ ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്തൊക്കെയാണെന്ന് അല്ലെ. വാസെക്ടമി എന്താണ്? വാസെക്ടമി എവിടെയാണ്? മെയിൽസിലാണ് ചെയ്യുന്നത്. മെയിൽസിൽ നടത്തുന്ന സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ആണ്. മെയിൽസിൽ നടത്തുന്ന സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ആണ്. എന്താണ് അത് പറയുന്നത്? വാസെക്ടമി എന്നാണ്. മെയിൽസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഒരു സെമന്റെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സ്പേമിന്റെ ആ ഒരു പാത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? വാസ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ട്രാക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു വാസ് ഡിഫറൻസിനെ എന്ത് ചെയ്യും? വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്യും. വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ടൈ ചെയ്ത് വെക്കും. വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്യും, എന്നിട്ട് ടൈ ചെയ്ത് വെക്കും. രണ്ട് ഭാഗത്തും ടൈ ചെയ്ത് വെക്കും. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ഇത് കട്ട് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും? ഒരു ചെറിയ ഇൻസിഷൻ ഉണ്ടാക്കും. ഇൻസിഷൻ എന്താണ്? ഒരു ചെറിയ ഓട്ട ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലേക്ക് ഇതാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഭാഗത്ത് മാത്രം ഒരു ചെറിയ ഇൻസിഷൻ ഉണ്ടാക്കി ഉള്ളിലെത്തിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ വാസ് ഡിഫറൻസിനെ ഒരു ഭാഗം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്നിട്ട് ആ ഇതിന് എന്ത് ചെയ്യും? ടൈ ചെയ്ത് വെക്കും. ഇനി ട്യൂബെക്ടമി എന്ന് പറഞ്ഞാലോ, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ഇൻ ഫീമെയിൽസിലുള്ള സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ് ട്യൂബെക്ടമി. അപ്പം ഇതിൽ എന്താണ് ചെയ്യുന്നത്? ഇവര് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല്, നമുക്ക് ട്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അതിലുള്ള ട്യൂബ്? ഫെലോപ്പിയൻ ട്യൂബ് അല്ലേ. ആ ഒരു ഫെലോപ്പിയൻ ട്യൂബിലെവിടെയാണ് എവിടേക്ക് എത്തുന്നത്? യൂട്രസിലേക്ക് നമ്മുടെ മീറ്റ് എത്തുന്നത് അല്ലെ, ഓവം എത്തുന്നത്. ആ ഒരു ട്യൂബ് എന്ത് ചെയ്യും? ട്യൂബിന്റെയും ഇതുപോലെ തന്നെ ഒരു കട്ട് ചെയ്യും, ഇൻസിഷൻ ഉണ്ടാക്കും, കട്ട് ചെയ്യും, എന്നിട്ട് അതിനെ ടൈ ചെയ്ത് വെക്കും രണ്ടറ്റത്ത്. ഓക്കെ, അപ്പൊ എന്തിനാണ് ഇതിങ്ങനെ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ജസ്റ്റ് അതിനെ കട്ട് ചെയ്തിടുകയാണെങ്കിൽ അത് വീണ്ടും അതിങ്ങനെ കൂടി
അത് ഒന്നാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം അത് കുറച്ചുകൂടി അതിന്റെ ഫെയിലിയർ റേറ്റ് കുറച്ചുകൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന്റെ രണ്ടറ്റത്തേക്കും എന്ത് ചെയ്യുന്നത്, ടൈ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ അത് തമ്മിൽ ഒരു ജോയിൻ ചെയ്യാനുള്ള ചാൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കോൺട്രാസെപ്റ്റീവ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ കോൺട്രാസെപ്റ്റീവ്സിനും എന്തുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു സൈഡ് എഫക്ട്സ് കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ പിൽസ് അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ്, ഇഞ്ചെക്ഷൻസ് ആ ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ പ്രൊജസ്ട്രോൺ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് സൈഡ് എഫക്ട്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ മെൻസ്ട്രൽ ഫ്ലോയിൽ അല്ലെങ്കിൽ മെൻസ്ട്രേഷനിൽ ഭയങ്കരമായിട്ടുള്ള എഫക്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് പറ്റും, മൈൻഡ് അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ട് അത് നമ്മളെ എഫക്ട് ചെയ്യും. വെച്ചാൽ ഹോർമോണൽ ലെവലിൽ ഉണ്ടാകുന്ന മാറ്റമാണ്, ഹോർമോണൽ ലെവലിൽ നമ്മളായിട്ട് കൊടുക്കുന്ന മാറ്റമാണ്. അപ്പൊ അത് പറ്റും ബാക്കി എല്ലാ പ്രക്രിയകളിലും കൂടി എന്ത് ചെയ്യും, അത് മാറ്റം ഉണ്ടാക്കും. അപ്പം ബാക്കിയുള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ നോസിയ ഉണ്ടാവും. ഇതിന്റെ മാത്രമല്ല കേട്ടോ, പിൽസിന്റെ മാത്രമല്ല, നമ്മുടെ ബാക്കിയുള്ള ഈ ഒരു ഇൻട്രായുട്രൈൻ ഡിവൈസസ് പോലുള്ളതിന്റെ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് എന്ത് കാണാൻ പറ്റും, നോസിയ ഉണ്ടാക്കും, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, പിന്നെന്താ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിങ്, ബ്രസ്റ്റ് ക്യാൻസർ ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ്, നോസിയ വരാനുള്ള ചാൻസ് ഉണ്ട്, പിന്നെ എന്താ അബ്ഡോമിനൽ പെയിൻ, ആ ഭാഗത്ത് നല്ല പെയിന് വരാനും, ബ്രേക്ക് ത്രൂ ബ്ലീഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിങ് എന്ന് വെച്ചാല് ചിലപ്പോൾ എന്താണ്, മെൻസ്ട്രൽ ബ്ലീഡിങ് ഭയങ്കര കുറഞ്ഞു വരും, ബ്ലീഡിങ് ഭയങ്കര കുറവായിരിക്കും, ഒരു മാസത്തിന് കുറെ പ്രാവശ്യം ബ്ലീഡിങ് വരും. അല്ലെങ്കിൽ എന്ത് പറ്റും, രണ്ട് മെൻസ്ട്രേഷൻ ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ ഇടയിൽ, ആ മെൻസ്ട്രൽ ഫേസിന്റെ ഇടയിൽ എന്ത് പറ്റും, സ്പോട്ടിങ് പോലെ കുറച്ച് ബ്ലഡ് ഇങ്ങനെ പോകും. മെൻസ്ട്രേഷൻ അല്ല, മെൻസ്ട്രൽ ഫ്ലോയും അല്ലാതെ ആ രണ്ട് മെൻസ്ട്രൽ സൈക്കിളിന്റെ ആ ഒരു മെൻസ്ട്രേഷന്റെ ഇടയിൽ എന്ത് വരും, കുറച്ച് സ്പോട്ടിങ് ആയിട്ട് ഒരു ബ്ലഡിന്റെ ഇതിങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ക്യാൻസർ ഇതൊക്കെ വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇപ്പൊ നമ്മള് ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ഒക്കെ ഉള്ളിൽ വെക്കുമ്പോഴും എന്താണ്, നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത അതിന്റെ കോപ്പർ പോലുള്ള അയോൺസ് ഒക്കെ വെക്കുന്നതാണ്. അപ്പൊ അതിനും എന്തുണ്ടാവും, ഈ ഒരു എഫക്ട്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നാച്ചുറൽ ബാരിയേഴ്സ് ആണ് കുറച്ചുകൂടി എന്ത്, ഈ ഒരു നമ്മുടെ ഈ സൈഡ് എഫക്ട്സ് ഒന്നും വരാതിരിക്കാനും ഇതൊക്കെ ഉള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ അത് എത്ര എഫക്റ്റീവ് ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ബാരിയേഴ്സും എന്താണ്, ബാരിയേഴ്സും നമുക്ക് എന്താണ് കുറച്ചുകൂടി സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ എന്താണ്, ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ 100% എഫക്റ്റീവ് ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. ഇതിലുള്ള നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ്, അല്ലെങ്കിൽ MTP എന്ന് പറയുന്നത്. അപ്പം അബോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു എംബ്രിയോ അല്ലെങ്കിൽ ഫീറ്റസ് എന്ത് ചെയ്യാണ്, ആ ഒരു ഫുൾ ടേം കംപ്ലീറ്റ് ചെയ്യാണ്ട് അങ്ങ് പോവാണ് അല്ലെ, വെജൈനയുടെ ആ ഇതിലങ്ങ് പോവും അല്ലെ. നമ്മള് ഇവിടെ പറയുന്ന എന്തിനെയാണ്, ഇൻഡ്യൂസ്ഡ് അബോർഷനെയാണ്. ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറയുന്നത് എന്താണ്, നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതല്ല, നമ്മളായിട്ട് ചെയ്യുന്നതാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ആയിട്ട് ഉള്ള അബോർഷൻ. ഓക്കെ, അപ്പം അതെന്താണ്, നമ്മൾ ഇന്റൻഷനലി അല്ലെങ്കിൽ വോളണ്ടറിലി നമ്മൾ തന്നെ എന്താക്കുകയാണ്, ഫുൾ ടേം കഴിയുന്നതിന് മുമ്പ് ആ എംബ്രിയോനെ അല്ലെങ്കിൽ ആ ഫീറ്റസിനെ എന്ത് ചെയ്യുകയാണ്, ടെർമിനേറ്റ് ചെയ്ത് കളയുക, പ്രഗ്നൻസിനെ ടെർമിനേറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ എടുത്ത് നോക്കുവാണെങ്കിൽ എന്താണ്, ഈ ഒരു ലീഗലൈസ്ഡ് MTP എന്ന് പറയുന്നത്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എങ്ങനെയാണ് ലീഗലൈസ്ഡ് ചെയ്ത് ലോന്റെ അണ്ടറിലാണ് ഉള്ളത്. അങ്ങനെ എപ്പോഴും എല്ലായിടത്തും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു MTP നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു 1971 മുതൽ അതെന്താണ് ലീഗലൈസ്ഡ് ആണ്. കാരണം എന്താ, ആ ഒരു MTP വ്യാപകമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, എല്ലാവരും ഇത് ചെയ്യുക, ആ ഒരു ഇത് നടക്കാത്തത് കൊണ്ട് തന്നെ എന്താണ്,
അത് ലോന്റെ അണ്ടറിലാണ് ഉള്ളത്. പിന്നെ ഈ ഒരു MTP ചെയ്യുന്നതിന് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള പീരീഡ് ഏതാണ്? ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ്. ആദ്യത്തെ 3 മാസം അല്ലെങ്കിൽ 12 വീക്സ് അല്ലെ, 12 ആഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ ട്രൈമസ്റ്റർ, ആദ്യത്തെ 3 മാസം. അപ്പോഴാണ് എന്ത് ഈ ഒരു മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ MTP ചെയ്യാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള പീരീഡ്. ഓക്കെ, ഇനി സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമ്മൾ അത് ഇതാക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എന്താണ്, കുറച്ചുകൂടി റിസ്കി ആണ്. കാരണം എന്താ, ഫീറ്റസ് കുറച്ചുകൂടി മെറ്റേണൽ ആയിട്ടുള്ള ആ യൂട്രൈൻ വാളിലേക്ക് കുറച്ചുകൂടി എന്ത് ചെയ്തിട്ടുണ്ടാവും, അറ്റാച്ച് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലെ. അവർക്ക് കുറച്ചുകൂടി ആ ഒരു അറ്റാച്ച്മെന്റ് കിട്ടി യൂട്രൈൻ വാളിനോട്. ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അതിനെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റും അല്ലെ. നമ്മള് പിൽസ് ഒക്കെ പിൽസ് കൊണ്ട് തന്നെ ചിലപ്പോൾ പറ്റും. ഓക്കെ, പിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ അങ്ങോട്ട് കുറച്ച് കളയും. എന്നിട്ട് എന്ത് ചെയ്യും, അത് മൊത്തം ഇങ്ങോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇങ്ങ് പോരുകയാണ് ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ ആവുകയാണെങ്കിലോ, ഓക്കെ, അങ്ങനെയുള്ളത് കുറച്ചുകൂടി എന്താണ്, കുറച്ചുകൂടി ആ ഒരു ഇതിലേക്ക് കുറച്ചുകൂടി ഇന്റിമേറ്റ് ആയിട്ടുള്ള ബോണ്ടിങ് വന്നതുകൊണ്ട് തന്നെ എന്താണ്, അത്രയും ആ ഒരു ഫീൽസ് കൊണ്ട് മാത്രം പറ്റുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് വേണ്ടി വരും, അടുത്ത മെത്തേഡ്സ് അങ്ങനെയൊക്കെ നോക്കേണ്ടി വരും. ഓക്കെ, വാക്കം ഒക്കെ വെച്ചിട്ട് ആ ഒരു സെക്ഷൻ ചെയ്തെടുക്കുക, അങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ നമുക്ക് നോക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഈ ഒരു MTP നടത്തണമെങ്കിൽ തന്നെ എന്ത് വേണം, നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ MTP നടത്തണമെങ്കിൽ എന്തായിരിക്കണം, ഒന്നെങ്കിൽ ആ ഒരു ഫീറ്റസിന് എന്തെങ്കിലും എന്താണ് ഒരു ജനറ്റിക് ഡിസോർഡർ അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളോ അങ്ങനെ വലിയ എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ അതിനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ എന്താണ്, ഈ ഒരു ഫീറ്റസ് വളരുന്നത് കൊണ്ട് ആ ഒരു മദറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, അവരുടെ ഹെൽത്ത് അല്ലെങ്കിൽ അവർക്ക് ഫിസിയോളജിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ഇവിടെ MTPക്ക് അനുമതി കിട്ടുള്ളൂ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് MTP, ഈ ഒരു MTP അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അൺവാണ്ടഡ് പ്രഗ്നൻസി അല്ലെ, അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസി എങ്ങനെയൊക്കെയാണ്, റേപ്പ് ടിപ്സിലൊക്കെ ഉണ്ടാകുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസി അവർക്ക് എന്താണ്, അവർക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വരെ ഉണ്ടാവും അല്ലെ അങ്ങനെയുള്ളതുകൊണ്ട്. അപ്പം അത് തടയാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കും, ഈ ഒരു മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആ ഒരു ഇതില് സഹായിക്കും. അത് മാത്രമല്ല കാഷ്വൽ റിലേഷൻഷിപ്പ് ആണ് നമുക്ക് എന്ത്, ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് എന്ത് പറ്റില്ല, ഒരു കുട്ടീനെയും കൂടി കൊണ്ടുവന്ന് അതിനെ കൂടി വിമർശിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളതിലും എന്താണ് ഈ ഒരു MTP അവർക്ക് സഹായകമാകും. പിന്നെ എന്താണ്, പിന്നെ ഈ ഒരു MTP എസെൻഷ്യൽ ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആർക്കൊക്കെ ഇതാവും, നമ്മുടെ മദറിന്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് മദറിന് ഹെൽത്തിന് ഉണ്ടാവുകയും അല്ലെങ്കിൽ ഫീറ്റസ് ആ ഒരു ഇതിനെ അതിജീവിക്കില്ല എന്നുള്ളതുണ്ടെങ്കിലും, പിന്നെ ഈ ഒരു ഫീറ്റസ് വളരുന്നത് 2 പേർക്കും ദോഷമാണെന്നുണ്ടെങ്കിലുമാണ് എസെൻഷ്യൽ ആയിട്ട് ഈ ഒരു MTP എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതില്ലേ, അപ്പം അത് കുറയ്ക്കാനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ഒരു MTP സഹായിക്കുന്നുണ്ട് അല്ലെ. കാരണം അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസിയും ഇതൊക്കെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് എന്തിനു സഹായിക്കും, പോപ്പുലേഷനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഇനി MTP റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തിനുണ്ടാവില്ലേ പ്രോബ്ലംസ്. അപ്പൊ മെജോറിറ്റി നമ്മുടെ എന്താണ് ഇല്ലീഗൽ ആയിട്ട് എന്ത് നടക്കുന്നുണ്ട്, ഈ ഒരു MTPs നടക്കുന്നുണ്ട്. ഓക്കെ, ഇല്ലീഗൽ ആയിട്ട് നടക്കുന്നുണ്ട്. ഇല്ലീഗൽ ആയിട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാല് ചിലപ്പോൾ ഹാംഫുൾ ആവാനുള്ള രീതിയുണ്ട് കേട്ടോ. ഇല്ലീഗൽ ആയിട്ട് നടക്കുകയാണെങ്കിൽ ലീഗലി അത് നടക്കുന്നുണ്ട്. പിന്നെ എന്താണ്, അമ്നിയോസെന്റസിന്റെ മിസ്യൂസ് നടക്കുന്നുണ്ട്. അമ്നിയോസെന്റസിസ് എന്താണ്, നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ട് ഫീറ്റസിന്റെ എന്ത് ക്രോമസോം ഇതൊക്കെ വെച്ചിട്ട് പാറ്റേൺ ഒക്കെ വെച്ചിട്ട് അവരുടെ ഭാവിയിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ടോ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നോക്കും. അത് മാത്രമല്ല അതിൽ വേറൊരു കാര്യം കൂടി അറിയാൻ പറ്റും. എന്തറിയാൻ പറ്റും, അവരുടെ
സെക്സ് അറിയാൻ പറ്റും, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് കൂടി അറിയാൻ പറ്റും. നമ്മുടെ ഇവിടെ ആരും അത് റിവീൽ ചെയ്യില്ല അല്ലെ. പക്ഷെ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു അമ്നിയോസെന്റസിസ് കഴിഞ്ഞതിന് ശേഷം എന്ത് നടക്കാനുള്ള ചാൻസ് ഉണ്ട്? ഈ ഒരു MTP ഒരു ഫീമെയിൽ ചൈൽഡ് ആണെങ്കിൽ ചിലപ്പം ഫീമെയിൽ ഫീറ്റീസ് ആയിട്ട് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ഈ ഒരു അമ്നിയോസെന്റസിസ് അല്ലെങ്കിൽ ആ ഒരു സെക്സ് ഡിറ്റർമിനേഷൻ നമ്മുടെ ഇവിടെ ബാൻ ചെയ്തിട്ടുള്ളത്. അതും ഈ ഒരു MTP സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ടാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് പോർഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ട് എന്താണ്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആണ്. സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ്. അപ്പം മുമ്പൊക്കെ ആണെങ്കിൽ ഇതിന് എന്താ പറഞ്ഞിരുന്നത്? STDs എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെയിം തന്നെയാണ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണെങ്കിലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇൻഫെക്ഷൻസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണെങ്കിലും സെയിം ഒന്ന് തന്നെയാണ്. അതെന്താണ്? ഡിസീസസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സെക്ഷൽ ഇന്റർകോഴ്സ് വഴിയാണ്. ഓക്കെ, ഡിസീസസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് സെക്ഷൽ ഇന്റർകോഴ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്താ പറയാ? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയാ അല്ലെ. അതിന് വേറെയും പേരുകളുണ്ട്. എന്തൊക്കെയാണ്? വെനീറൽ ഡിസീസ് എന്ന് പറയാം, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ എന്നും പറയാം. ഓക്കെ, എന്താണ് BD എന്ന് പറഞ്ഞാൽ എന്താണ്? വെനീറൽ ഡിസീസ് എന്ന് പറയാം, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയാം, RTI. ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ആർക്ക് വേണമെങ്കിലും വരാം. ഇന്ന ആൾക്ക് മാത്രമേ വരുള്ളൂ, ഇന്ന ആൾക്ക് വരില്ല, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും വരാം, ഏത് ആൾക്കും വരാം. പിന്നെ ഏറ്റവും ഇത് വരാനുള്ള സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 15 മുതൽ 24 വരെയാണ് ഇത്. ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ഡിസീസ് കൂടുതലായിട്ട് കാണുന്നത്. പക്ഷെ ഏത് ഏജിലുള്ള ഏത് ആൾക്കാർക്കും എന്ത് ചെയ്യാം? ഈ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് വരാം. പക്ഷെ നമ്മൾ ഇപ്പൊ കാണുന്ന ഒരു ട്രെൻഡ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു 15 മുതൽ 24 വരെയുള്ള ഏജ് ഗ്രൂപ്പിലാണ് കൂടുതലായിട്ട് എന്ത് കാണുന്നത്. ഏതൊക്കെയാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയുന്നത്? കാണുന്നുണ്ടോ ഇത്? ഈ ഒരു ഭാഗം കണ്ടിട്ടതിന് വേണ്ടില്ല. ഇത് ഈ ഒരു ഭാഗം കാണുന്നുണ്ടോ? പേര് കാണുന്നുണ്ടോ? ഗോണോറിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ട്. പിന്നെ ഏതാണ്? സിഫിലിസ് ഉണ്ട്, ക്ലാമിഡിയാസിസ് ഉണ്ട്, പിന്നെ ഏതാണ്? ജെനൈറ്റൽ വോൺസ് ഉണ്ട്, ട്രൈക്കോമൊണിയാസിസ് ഉണ്ട്, ജെനൈറ്റൽ ഹെർബ്സ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് B, എയ്ഡ്സ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ STDs അല്ലെങ്കിൽ STI എന്ന് പറയുന്ന ആ ഒരു ഇതിൽ വരുന്ന ആൾക്കാരാണ്. ഈ ഒരു ഗൊണേറിയ മുതൽ നമ്മൾ ഈ ഒരു നോക്കുവാണെങ്കിൽ ഈ ഒരു ട്രൈക്കോമൊണിയാസിസിൽ വരെ നോക്കുവാണെങ്കിൽ അവരെല്ലാം എന്താണ്? ക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസസ് ആണ്. പക്ഷെ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് B, എയ്ഡ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ അവരെന്താണ്? നോൺ ക്യൂറബിൾ ആണ്. ഓക്കെ, ഗൊണേറിയ എന്ന് പറഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ അത് എന്താണ്? അവര് സിംറ്റംസ് എങ്ങനെയൊക്കെ കാണിക്കുന്നത് വെച്ചാല് യൂറിനേഷനില് പെയിൻഫുൾ ആയിട്ടുള്ള യൂറിനേഷൻ ആണ് മെയിൽസിൽ അത് കാണിക്കുന്നത്. ഫീമെയിൽസിലാവുമ്പം അവർക്ക് സ്റ്റെറിലിറ്റി ആണ്, സ്റ്റെറൈൽ ആയിരിക്കും, അവർക്ക് റീപ്രൊഡക്ഷൻ അതിനുള്ള കപ്പാസിറ്റി കുറഞ്ഞു പോകും. പിന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് കാണും. ഓക്കെ, ഇനി സിഫിലിസ് ആണെങ്കിലോ ഒരു 3 മുതൽ 8 വീക്ക് വരെ അവർ എന്ത് ചെയ്യില്ല, പ്രത്യേകിച്ച് ഇതാക്കൊന്നുമില്ല. എന്താ കാണിക്കുന്നത് വെച്ചാല് മൗത്തിലും ജെനൈറ്റൽ ഏരിയയിലും ഒക്കെ ഒരു വേദന പോലുള്ള ആ ഒരു സിംറ്റമാണ് കാണിക്കുന്നത്. പക്ഷെ ചിലതിൽ എങ്ങനെയാണ്? കുറെ വർഷങ്ങളോളം വേറെ സിംറ്റംസ് അങ്ങനെയൊന്നും കാണിക്കില്ല. ഫൈനൽ സ്റ്റേജിൽ എന്താവും? ഹാർട്ട്, ബ്രെയിന് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇതങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് എന്താവും? പാരാലിസിസും മെന്റൽ റിട്ടാർഡേഷനും ഒക്കെ വരും. ഓക്കെ, മിസ്കാരേജ്, പ്രീമച്വറുള്ള ബേബി ഉണ്ടാവുക, പിന്നെന്താണ് ബർത്ത് ഡിഫക്ട്സ്, സ്റ്റിൽ ബർത്ത്, ഇതൊക്കെ എന്തിന്റെ ഇതാണ്? സിഫിലിസ് കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ സിഫിലിസിന്റെ സിംറ്റംസ് ആണ്. ക്ലമീഡിയാസിസ് എന്ന് പറയുമ്പോൾ എന്താണ്?
പെയിൻഫുൾ യൂറിനേഷൻ തന്നെയാണ്. പെയിൻഫുൾ യൂറിനേഷൻ മാത്രമല്ല, ഇന്റർകോഴ്സിന്റെ സമയത്തും ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. പിന്നെന്താ, മ്യൂക്കസ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഡിസ്ചാർജ് എന്തിൽ നിന്ന് വരും, പീനസിൽ നിന്ന് അല്ലെങ്കിൽ വെജൈനയിൽ നിന്ന് ഒരു മ്യൂക്കസ് ഡിസ്ചാർജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെന്താ, അൺട്രീറ്റഡ് ആയിട്ട് ഇങ്ങനെ വെക്കുവാണെങ്കിൽ എന്താണ്, നമ്മുടെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് ആയിട്ട് മാറും. അതെന്താണ്, സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി ഒക്കെ ഉണ്ടാവും. സ്റ്റെറിലിറ്റി ഒക്കെ ആയിട്ട് മാറും. റീപ്രൊഡക്ട് ചെയ്യാനുള്ള കഴിവ് ഒക്കെ നഷ്ടപ്പെട്ട് പോകുന്ന ഒരു രീതിയിൽ എത്തും. പിന്നെ ജെനൈറ്റൽ വാർഡ്സ് എന്ന് പറയുമ്പം എവിടെയാണ് ജെനൈറ്റൽ ഓർഗൻസ്, ആ ഒരു സ്ഥലങ്ങളിൽ എന്തുണ്ടാവുക, ഒരു തടിപ്പ് അല്ലെങ്കിൽ ഒരു കുഴി പോലുള്ളതിലൊക്കെ ഇങ്ങനെ കുത്തുകുത്തായിട്ട് ഇട്ടുണ്ടാവില്ലേ, അത് അല്ലെങ്കിൽ ഒരു തടിച്ചൊരു ഒരു ഇതുപോലെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാവുക. ഓക്കെ, അതിനെയാണ് ആ വാർഡ്സ് എന്ന് പറയുന്നത്. അത് എവിടെ ഉണ്ടാവുക, ജെനൈറ്റൽ ഓർഗൻസിൽ ഇതൊക്കെ ഉണ്ടാവുക. പിന്നെ ഫീവർ ഒക്കെ വരിക. പിന്നെന്താ, ട്രൈക്കോമോണയാസിസ് എന്ന് പറയുമ്പം ഇൻഫ്ലമേഷൻ, ഇച്ചിങ്, പിന്നെ വൈറ്റിഷ് ആയിട്ടുള്ള വെജൈനൽ ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാവുക. പിന്നെന്താ, മെയിൽസിൽ അതെങ്ങനെയായിരിക്കും, സിംറ്റംസ് ഒന്നും അങ്ങനെ കാണിക്കില്ല, പക്ഷെ എന്താണ്, സെമിനൽ വെസിക്കിൾസിലേക്കും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലേക്കും ഇതൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് അവിടെ എന്തുണ്ടാക്കും, സ്വെല്ലിങ്സ് ഉണ്ടാക്കും. ഓക്കെ, ഇനി നമ്മള് ഹെപ്പറ്റൈറ്റിസ് ബി നോക്കുവാണെങ്കിൽ എന്താണ്, നമ്മുടെ ഫേറ്റിക്, അബ്ഡോമിനൽ പെയിൻ, ആർത്രൈറ്റിസ്, ജോണ്ടിസ്, ഇതൊക്കെ എന്തുണ്ടാക്കും, ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടാകും. എയ്ഡ്സ് നമുക്ക് അറിയുന്നതാണ്, HIV വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. എയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, എയ്ഡ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനും നമ്മുടെ ആ ഇതല്ല ശരിക്കും ചെയ്യുന്നത്. നമ്മുടെ എന്ത് കുറയ്ക്കും, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഞങ്ങൾ കുറച്ച് കളയും. അങ്ങനെ നമ്മൾ എന്താ പറ്റുന്നത്, ബാക്കിയുള്ള ഡിസീസിന് അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും പാത്തോജൻസിനൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ അവര് കൂടുതൽ ഒരു സൗകര്യമാക്കി കൊടുക്കും അല്ലെ. ഫീവർ ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും, ബാക്കിയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ അതിനുശേഷം നമ്മളെ പിടിപെടും. പിന്നെ ക്യാൻസർ, അങ്ങനെയുള്ള എല്ലാ അത് വരാനുള്ള ചാൻസ് നമുക്ക് കൂടുതലായിരിക്കും. നമ്മൾ അതിനോട് കുറെ കൂടി സസെപ്റ്റബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോണേറിയ, സിഫിലിക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആന്റിബോഡീസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്താണ്, ക്ലാമിഡിയാസിസിനും എന്തുണ്ട്, ആന്റിബോഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് ഒക്കെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ, കെമിക്കൽ അല്ലെങ്കിൽ സർജിക്കൽ റിമൂവ്സ് എന്തില്, ജെനൈറ്റൽ വാർഡ്സിൽ അതെന്താണ്, സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നല്ലേ, അത് ഇതായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രൈക്കോമോണയാസിസിൽ നമുക്ക് ആഴ്സനിക് അല്ലെങ്കിൽ അയഡിൻ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സ് ഒക്കെ ആണെങ്കിൽ എന്താണ്, ഹെപ്പറ്റൈറ്റിസ് ബിക്ക് നമുക്ക് പിന്നെ വാക്സിൻസ് ഒക്കെ ഉണ്ട്. എയ്ഡ്സ് എന്തില്ല, ഒരു ക്യൂറേഷൻ നമുക്ക് എന്തില്ല, ഇതുവരെ പറ്റിയിട്ടില്ല. ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ HIV എന്നൊക്കെ പറയുന്നത് എന്താണ്, നോൺ ക്യൂറബിൾ ആയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അവരും എങ്ങനെയാണ് കുറച്ചുകൂടി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വെച്ചാല്, ഇൻജെക്ഷൻസ് അല്ലെങ്കിൽ സെക്ഷൽ മെത്തേഡിൽ മാത്രമല്ല, എങ്ങനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാം, ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ഉപയോഗിച്ചിട്ടുള്ള ഇൻജെക്ഷൻ നീഡിൽസ്, അതൊക്കെ എന്ത് ചെയ്യാം, അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരാം. അതുപോലെ തന്നെ അവർ ഉപയോഗിച്ചിട്ടുള്ള സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാതെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരാം. പിന്നെ എന്താ, ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെയും വരാം. പിന്നെ ഇൻഫെക്റ്റഡ് മദറിൽ നിന്ന് എന്ത് ചെയ്യും, ഫീറ്റസിലേക്ക് പോകുന്നുണ്ട്, പ്ലാസന്റ വഴി ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫീറ്റസിലേക്ക് എത്താം. ഓക്കെ, ഇൻഫെക്റ്റഡ് മദറിൽ നിന്ന് അവരുടെ ബോഡി കോണ്ടാക്ട്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ, ഈ ഒരു പ്രിക്കോഷൻസ്, നമ്മുടെ STDs തടയാനുള്ള പ്രിക്കോഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, അൺനോൺ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ടുള്ള എന്ത് ചെയ്യുക, സെക്സ് നമ്മൾ ഒഴിവാക്കുക. പിന്നെന്താണ്, കോണ്ടംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോണ്ടംസ് വെറുതെ ഒരു കോൺട്രാസെപ്റ്റീവ്സ് മാത്രമായിട്ടല്ല, ഈ ഒരു എയ്ഡ്സ് പോലെയുള്ള STDs തടയാൻ അല്ലെങ്കിൽ STIs-നെ തടയാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോണ്ടംസ് യൂസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഒരു ബോഡി ഫ്ലൂയിഡ്സിന്റെ ഒരു മിക്സിങ് അവിടെ വരുന്നത് കുറയ്ക്കും അല്ലെ. പിന്നെ ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ ഒരു അസുഖം വരുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു അസുഖം കൊണ്ട് നിൽക്കാതെ
ഇമ്മീഡിയറ്റ് ആയിട്ട് പോയിട്ട് ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ എന്ത് ചെയ്യുക, കൺസൾട്ട് ചെയ്യുക, അതിനുള്ള ഇത് എടുക്കുക. ഓക്കെ, അതിന് വന്നു കഴിഞ്ഞിട്ടുള്ള അതിന്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നതാണ് ഇൻഫെർട്ടിലിറ്റി ആണ്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, മെയിൽസിലും അല്ലെങ്കിൽ ഫീമെയിൽസിലും എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അല്ലെ. അവർക്ക് അതിനുള്ള കഴിവില്ലാത്തതോ അങ്ങനെ എന്തെങ്കിലും ആണ് എന്ത് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. വെറുതെ അങ്ങോട്ട് പറയുന്നതല്ല. എങ്ങനെയാണ്, മെയിൽ അല്ലെങ്കിൽ ഫീമെയില് ഒരു 2 years എങ്കിലും അവര് 2 years എങ്കിലും സെക്ഷൽ കോഹാബിറ്റേഷനിലുള്ള മെയിൽസിൽ അല്ലെങ്കിൽ ഫീമെയിൽസില് എന്ത് ചെയ്യാനുള്ള ചിൽഡ്രൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്, ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഫെർട്ടിലിറ്റി വരാനുള്ള റീസൺസ് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കാം, ഫിസിക്കൽ റീസൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ കൺസേണൈറ്റൽ റീസൺസ് ആയിരിക്കാം, ചില ഡിസീസസ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇമ്മ്യൂണോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ റീസൺസ് കൊണ്ടും ആവാം. ഇതൊക്കെ ആവാം. ഫിസിക്കൽ ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതോ, അല്ലെങ്കിൽ കൺജനൈറ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇതോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസീസസിന്റെ ഇതായിട്ട് വരാം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഡ്രഗ്സിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇമ്മ്യൂണോളജിക്കലി നമുക്ക് ഉള്ള പ്രശ്നമാവാം, അല്ലെങ്കിൽ എന്താണ് സൈക്കോളജിക്കൽ പ്രോബ്ലംസും ആവാം. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കപ്പിൾസിന് അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഇപ്പൊ കുറെ ഫെർട്ടിലിറ്റി അസിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറെ സംവിധാനങ്ങളുണ്ട് അല്ലെ. അപ്പം അതിന് എന്താണ് പറയുന്നത്, ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അതിനെന്താണ് പറയുന്നത്, ആ ടെക്നിക്സിനെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എന്നാണ് പറയുന്നത്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എന്താണ് അതിനെ പറയുന്നത്, ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എന്നാണ് പറയുന്നത് അല്ലെ. ഇവരെന്താണ് ചെയ്യുന്നത്, ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസിനെ അവർക്ക് എന്താണ് എന്താണ് അവരുടെ പ്രോബ്ലംസ് ഡിറ്റക്ട് ചെയ്യുക, അതിനുള്ള ടെക്നിക്സ്, അതിനെ ഓവർകം ചെയ്യാനുള്ള ടെക്നിക്സ് ആക്കുകയാണ് അല്ലെ. അതിന് ഫസ്റ്റ് ഉള്ള ഒരു ടെക്നിക്ക് എന്താണ്, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ആണ്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അപ്പം ഇൻവിട്രോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്, അതെന്തോ ഒന്നിന്റെ പുറത്ത് വെച്ച് നടക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാല്, ഫെർട്ടിലൈസേഷൻ ശരിക്കും എവിടെയാണ് നമുക്ക് നടക്കുന്നത്, നമുക്ക് ബോഡിയുടെ ഉള്ളിലാണ് നടക്കുന്നത് അല്ലെ. അപ്പൊ അത് ഫെർട്ടിലൈസേഷൻ പുറത്ത് നടക്കുക, നമ്മുടെ ബോഡിയുടെ പുറത്ത് നടക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതിനെ എന്താണ്, IVF എന്ന് പറയുന്നതാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അതെന്താണ്, ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിംഗ് ആണ് അല്ലെ. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിംഗ് ആണ്. അതിന് നമ്മുടെ 3 സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ്, വൈഫ് അല്ലെങ്കിൽ ഡോണറിൽ നിന്ന്, ഫീമെയിലിൽ നിന്ന് എന്തെടുക്കുക, ഓവം എടുക്കുക. ആരിൽ നിന്ന്, വൈഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോണറിൽ നിന്ന് ഓവം എടുക്കുക. സ്പേം വേണം അല്ലെ, ഗമീറ്റ്സ്. നമുക്ക് ഫെർട്ടിലൈസേഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഗമീറ്റ്സ് വേണം. ഗമീറ്റ്സ് ഏതൊക്കെയാണ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ആണ്. മെയിൽ ഗമീറ്റ് ഏതാണ്, സ്പേം ആണ്. ഫീമെയിൽ ഗമീറ്റ് ഓവമാണ്. അപ്പൊ ഓവം നമ്മള് ഒന്നെങ്കിൽ വൈഫിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോണറിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഏതാണ്, സ്പേംസിനെ വേണം. നമുക്ക് സ്പേംസ് എവിടെ നിന്ന് എടുക്കും, ഹസ്ബൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോണറിൽ നിന്ന് സ്പേംസിനെയും കളക്ട് ചെയ്തു. സെക്കൻഡ് എന്താണ്, ഈ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കണം അല്ലെ. ഫെർട്ടിലൈസേഷൻ നടക്കുക എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഗമീറ്റ്സിനെ ഫ്യൂസ് ചെയ്യണം. ഫ്യൂസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സൈഗോട്ട് കിട്ടും അല്ലെ. സ്പേമും ഓവവും കൂടി ഫ്യൂസ് ചെയ്തു, അതിൽ നിന്ന് സൈഗോട്ട് ഉണ്ടാക്കി അല്ലെ. ഈ സൈഗോട്ടിനെ എവിടെയാണ് ഉണ്ടാക്കുന്നത്, അതിന് സ്റ്റിമുലേറ്റഡ് കണ്ടീഷൻസ്, അതിൻ്റെതായിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ലബോറട്ടറീസിലാണ് ഉണ്ടാക്കുന്നത്. അതിന് അനുയോജ്യമായിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ലബോറട്ടറീസിൽ വെച്ചിട്ട് നമ്മുടെ ഡോണറിൽ നിന്ന് അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ഓവം എടുത്തു, അതുപോലെ തന്നെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഡോണറിൽ നിന്നുള്ള സ്പേം എടുത്തു. രണ്ടും കൂടി എന്ത് ചെയ്തു,
ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് എന്തുണ്ടായിരുന്നു? സൈഗോട്ട് ഉണ്ടായിരുന്നു. Okay. അങ്ങനെ ഉണ്ടായിട്ടുള്ള സൈഗോട്ട് അല്ലെങ്കിൽ എംബ്രിയോനെ എന്ത് ചെയ്യും? എംബ്രിയോനെ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, എംബ്രിയോ ട്രാൻസ്ഫർ ആണ് അടുത്തത്. എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ET എന്ന് പറയുന്നതാണ് എംബ്രിയോ ട്രാൻസ്ഫർ. നെക്സ്റ്റ് എന്താണ്? എംബ്രിയോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ET. അപ്പൊ ഇത് നമുക്ക് രണ്ട് ടൈപ്പിൽ ഈ എംബ്രിയോസിനെ അല്ലെങ്കിൽ ഈ ഒരു സൈഗോട്ടിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഏതൊക്കെ ടൈപ്പാണെന്ന് നോക്കി കഴിഞ്ഞാൽ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയും. ഓക്കെ, ഈ എന്താണ് എക്സ്പാൻഷൻ നോക്കണം, അതുപോലെ തന്നെ ഈ ഒരു ഷോർട്ട് ഫോം നമ്മൾ നോക്കി വെക്കണം. ഓക്കെ, സിഫ്റ്റ് എന്ന് പറയുന്ന സിഫ്റ്റിന്റെ എന്താണ് എക്സ്പാൻഷൻ എന്താണ്? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. നമ്മൾ ആ ഒരു ഇത് നോക്കി കഴിഞ്ഞാൽ തന്നെ എന്തുണ്ട്? അതിൽ ആ മൊത്തം വിവരിക്കുന്നുണ്ട്. എന്താണ്? സൈഗോട്ടിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് കൊടുക്കുന്നതാണ് അല്ലെ? അപ്പം സൈഗോട്ടിനെ അല്ലെങ്കിൽ ഏർലി എംബ്രിയോസ്, സൈഗോട്ട് അല്ലെങ്കിൽ ഏർലി സ്റ്റേജിലുള്ള എംബ്രിയോ 8 വരെ ബ്ലാസ്റ്റോമിയാസ് ഉള്ള 8 സെല്ലുകൾ അല്ലെങ്കിൽ 8 ബ്ലാസ്റ്റോമിയസ് വരെയുള്ള സൈഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഏർലി എംബ്രിയോനെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ആണ്. IUT എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. ഇത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയസ്, 8ൽ കൂടുതൽ ബ്ലാസ്റ്റോമിയസ് ഉള്ള എംബ്രിയോനെ എന്ത് ചെയ്യാണ്? 8ൽ കുറവ് അല്ലെങ്കിൽ 8 വരെയുള്ള ബ്ലാസ്റ്റോമിയസ് ഉള്ളതിനെ എവിടേക്ക് കൊടുത്താൽ മതി? ഫെലോപ്പിയൻ ട്യൂബിലേക്ക് കൊടുത്താൽ മതി. ഫെലോപ്പിയൻ ട്യൂബിൽ എന്ത് നടക്കും? അവിടെ നിന്ന് വന്നിട്ട് ഒരു ഡിവിഷൻ, ബാക്കിയുള്ള ഡിവിഷൻ ഒക്കെ കഴിഞ്ഞ് ബ്ലാസ്റ്റോസിസ്റ്റൊക്കെ ആയി ഇംപ്ലാന്റേഷൻ നടക്കാനുള്ള രീതിയിൽ കൊടുക്കും. ഇവിടെ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫറിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോർ ദാൻ 8 സെൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ 8 ബ്ലാസ്റ്റോമിയസ് ഉള്ള എംബ്രിയോസിനെ ഡയറക്റ്റ് ആയിട്ട് ഫെലോപ്പിയൻ ട്യൂബിൽ നിന്ന് യാത്ര ചെയ്തൊന്നും അവർക്ക് വരുന്ന ഡയറക്റ്റ് ആയിട്ട് അവർ എവിടേക്ക് കൊടുക്കും? യൂട്രസിലേക്ക് അങ്ങ് കൊടുക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ചിലർക്ക് എന്ത് ചെയ്യും വെച്ചാല് വേറെ ഫീമെയിൽസിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? ഡോണറിന്റെ സ്പേം ഇട്ടിട്ട് അവിടെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഡോണർ അല്ലെങ്കിൽ ഒരു ഫീമെയിലിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുള്ള എന്തിനാണ് ആ ഒരു എംബ്രിയോനെ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ആ ഒരു എംബ്രിയോനെ വേറൊരു ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ എന്താണ് ആ ഒരു ഫെർട്ടിലൈസേഷൻ നടത്താൻ ആ ഒരു കഴിവില്ലാത്ത ആൾക്കാർക്ക് എന്താണ് ചെയ്യുക? അങ്ങനെയും ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഏതാണ്? നമ്മൾ സിഫ്റ്റ് പറഞ്ഞു അല്ലെ? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ പറഞ്ഞു. ഇവിടെ എന്താണ്? ഗിഫ്റ്റ് ആണ്. അപ്പൊ അവിടെ ഡിഫറൻസ് ഉണ്ട്. ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ നമ്മൾ സൈഗോട്ടിനെയാണ് പറഞ്ഞത്. ഇവിടെ ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്. ഓക്കെ, ഇതെന്താന്ന് വെച്ചാല് ചില സ്ത്രീകൾക്ക് പെരിയഡ്സിൽ അവർക്ക് ഗമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. പക്ഷേ അവർക്ക് ബാക്കിയുള്ള എല്ലാ അതും ചെയ്യാൻ പറ്റും. ഓക്കെ, കൺസീവ് ചെയ്യാനൊന്നും അവർക്ക് പ്രശ്നമില്ല, വേറെ ഇതിനും പ്രശ്നമില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഗമീറ്റിന്റെ പ്രൊഡക്ഷൻ അവർക്ക് നേരിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നല്ല മെച്ചുവർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഗമീറ്റ്സ് അവർക്ക് ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡോണറിൽ നിന്ന് എന്ത് ചെയ്യും? ഹെൽത്തി ആയിട്ടുള്ള ഓവത്തിനെ കളക്ട് ചെയ്തിട്ട് ആ ഓവത്തിനെ എന്ത് ചെയ്യും? വേറൊരു ഫീമെയിലിന്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്താണ്? ഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓവർ ഏതെങ്കിലും ഒരു ഡോണറിന്റെ കയ്യിൽ നിന്ന് എടുക്കും, ഗമീറ്റിനെ എടുത്തു, ഓവത്തിനെ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? വേറൊരു അനദർ ഫീമെയിലിന്റെ എന്താണ് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്തു. കാരണം എന്താ? അവർക്ക് മെച്ചുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് ബാക്കി എല്ലാം അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കൊടുക്കും. അതാണ് എന്ത്? അതാണ് ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഗിഫ്റ്റ്.
നമ്മൾ നേരത്തെ ജെറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതെന്താ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അത് അവിടെ എങ്ങനെയാണ് 8 വരെ വരുന്ന ബ്ലാസ്റ്റോമിയസ് അല്ലെങ്കിൽ സെൽഡ് ആയിട്ടുള്ള എംബ്രിയോസിനെ, ഏർലി സ്റ്റേജിലുള്ള എംബ്രിയോനെ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് കൊടുക്കുക അല്ലെ. അപ്പൊ ഗിഫ്റ്റിൽ എന്താ പറയുന്നത്, ഗമീറ്റിനെ വേറെ ഒരു ഡോണറിൽ നിന്ന് എടുത്തിട്ടുള്ള ഓവം എന്ന് പറയുന്ന ഗമീറ്റിനെ അനദർ ഫീമെയിലിന്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് കൊടുക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള കൺസീവ് ചെയ്യാനൊക്കെ അതൊക്കെ പറ്റും, പക്ഷെ ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവ് മാത്രമേ ഇല്ലാത്തതുള്ളൂ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ICSI എന്ന് പറയുന്നത്. ICSI എന്താണ്, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ ആണ്. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ ആണ്. ഓക്കെ, എന്താണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ ആണ്. ഒരു സിംഗിൾ സ്പേം, ഒരു മെയിൽ പാർട്ട്ണറിൽ നിന്നുള്ള ഒരു സിംഗിൾ സ്പേം എന്ത് ചെയ്യും, ഇൻജക്റ്റഡ് ഡയറക്ട്ലി ഇൻടു ആൻ എഗ്, ഒരു എഗ്ഗിലേക്ക്, ഫീമെയിൽ പാർട്ട്ണറിന്റെ എഗ്ഗിലേക്ക് എന്ത് ചെയ്യും, ഇതാക്കും. എവിടെ, ലബോറട്ടറിയിൽ വെച്ചിട്ട്, ലബോറട്ടറിയിൽ അതിനുള്ള കണ്ടീഷൻസ് ആക്കിയിട്ട് സ്പേമിനെ, മെയിൽ പാർട്ട്ണറിൽ നിന്നുള്ള സ്പേമിനെ എന്ത് ചെയ്യും, ഫീമെയിൽ പാർട്ട്ണറിൽ നിന്നുള്ള എഗ്ഗിലേക്ക് കൊടുക്കും. അങ്ങനെയാകുമ്പോ അവിടെ എന്ത് നടന്നു, ഫെർട്ടിലൈസേഷൻ നടന്നു. ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് എന്തുണ്ടാവും, അത് കഴിഞ്ഞിട്ട് സൈഗോട്ട് ഉണ്ടാവും. ഈ സൈഗോട്ടിനെ എന്ത് ചെയ്യും, വുമന്റെ യൂട്രസിലേക്ക് എന്ത് ചെയ്യും, ഇംപ്ലാന്റ് ചെയ്യും. വുമന്റെ യൂട്രസിലേക്ക് ഇംപ്ലാന്റ് ചെയ്യും. അവര് ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കും. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ വിമന്റെ യൂട്രസിലേക്ക് ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കും. അതാണ് എന്ത്, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, സെമൻ എവിടുന്ന് കളക്ട് ചെയ്യും, ഒരു ഹെൽത്തി ഡോണർ അല്ലെങ്കിൽ ഹസ്ബൻഡിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള സെമനെ എന്ത് ചെയ്യും, വെജൈന അല്ലെങ്കിൽ വെജൈനയിലേക്ക് അല്ലെങ്കിൽ യൂട്രസിലേക്ക് എന്ത് ചെയ്യും, ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിനെന്താ പറയുന്നത്, ഇൻട്രാ യൂട്രൈൽ ഇൻസെമിനേഷൻ എന്നാണ് പറയുന്നത്. അതിനെന്താണ് IUI എന്നാണ് പറയുന്നത്, ഇൻട്രാ യൂട്രൈൽ ഇൻസെമിനേഷൻ എന്നാണ് പറയുന്നത്. യൂട്രസിലേക്ക് അല്ലെങ്കിൽ വെജൈനയിലേക്ക് നമ്മുടെ ഡോണറിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഡോണറിൽ നിന്ന് അല്ലെങ്കിൽ ഹസ്ബൻഡിൽ നിന്ന് എടുത്തിട്ടുള്ള സെമൻ എന്ത് ചെയ്യും, ഇൻജെക്ട് ചെയ്ത് കൊടുക്കും. ഇത് ആർക്കാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്താണ്, ഈ ഒരു ഇൻസെമിനേഷന് പറ്റാത്ത, ഇൻസെമിനേഷന് ഇന്നബിലിറ്റി ഉള്ള പാർട്ട്ണറുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇൻസെമിനേഷന് ഡിസബിലിറ്റി ഉള്ളത് അല്ലെങ്കിൽ സ്പേം കൗണ്ട് ഭയങ്കര ലോ ആയിട്ടുള്ളതൊക്കെ ആൾക്കാർക്ക് ഇൻട്രാ യൂട്രൈൽ ഇൻസെമിനേഷൻ ഒക്കെയാണ് ചെയ്യുന്നത്. ഇനി എന്താണ്, ഈ ഒരു ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോസസ്സിന്റെ കുറച്ച് ടീംവർക്ക്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നോക്കാനാണെങ്കിൽ എന്താണ്, ഒരു ഹൈ പ്രിസിഷൻ, ഭയങ്കരമായിട്ടുള്ള പ്രിസിഷൻ ആവുക, അതിന്റെ എന്താണ് നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും അറിവുള്ള പ്രൊഫഷൻസിനെ നമുക്ക് കിട്ടണം. പിന്നെ അത് മാത്രമല്ല കുറെ ഇൻസ്ട്രുമെന്റ്സ് അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഒരുക്കൊക്കെ സാഹചര്യം ഒരുക്കിയിട്ടുള്ള ലബോറട്ടറീസിലാണ് നടക്കുന്നതൊക്കെ പറയുന്നില്ലേ. മാത്രമല്ല ഇത്രയും ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസും ഒക്കെയാണ്. അപ്പൊ അതിന്റെ കോസ്റ്റ് എന്തായിരിക്കും, ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ എക്സ്പെൻസീവ് ഇൻസ്ട്രുമെന്റേഷനും ഇതൊക്കെയാണ്, അതിന്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അത് മാത്രമല്ല ഈ ഒരു സെന്റേഴ്സ് ഇപ്പം അത്യാവശ്യം കുറെ ഇടത്ത് വരുന്നുണ്ട്. പക്ഷെ എന്താണ്, സെന്റേഴ്സ് അത്രയും എന്താണ് ഒരു ഇതിലുള്ള അക്യുറേറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി അതിന്റെ റേറ്റ് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്ന സെന്റേഴ്സ് എന്തായിരിക്കും, കുറച്ച് സെന്റേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഇമോഷണലി എന്താണ് ഇങ്ങനെ ഒരു ഇൻവിട്രോ ആയിട്ട്
ഒരു ബേബീസിനെ ഉണ്ടാക്കുന്നതിന് ഇമോഷണലി ഉണ്ടാവുന്ന പ്രോബ്ലംസും അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലംസ് ഇതൊക്കെ എന്തുണ്ടാവുന്നുണ്ട് ഈ ഒരു അതിനെ ബാധിക്കുന്നുണ്ട്. പിന്നെന്താ ഇങ്ങനെ ഒന്നും അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം ലീഗൽ അഡോപ്ഷനും ആക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാം, ഇതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലാസിഫിക്കേഷൻ കവേഴ്സ് ഓൾ STDs? ഇതിൽ ഏതാണ് ഫുൾ STDസിനെ മാത്രം പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻ ഓപ്ഷൻ ഏതാണ്? സി. സി ആണ്. Which of the following is the most frequently used form of birth control in India? ഇന്ത്യയിലെ birth controlന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഇത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഇതിൽ ഏറ്റവും ഐഡിയൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നു? അതിനോടെന്തോ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കേട്ടില്ല. ഇതിൽ ഏതോ ഒന്നിനെ ഭയങ്കര ഐഡിയൽ ആയിട്ട് ഇതാക്കുന്നതാണ് കുറച്ചുകൂടി എന്താണ് സക്സസ്ഫുൾ ആവാനുള്ള റേറ്റ് കൂടുതലാണ് എന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്യൂബക്ടമി സക്സസ്ഫുൾ ആണ്, ഇതൊക്കെയാണ്. പക്ഷെ ട്യൂബക്ടമി വാസക്ടമി ഒക്കെ എന്താണ് കുറച്ചുകൂടി സർജിക്കൽ ആയിട്ടുള്ള അതിലൊക്കെ പോകുന്നതല്ലേ. ഐഡിയൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു? ട്യൂബക്ടമി അത്രയും കോമൺ ആയിട്ട് അങ്ങനെ കാണുന്നില്ല. ട്യൂബക്ടമി കാണുന്നുണ്ട്, പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഈ IUDs ആണ്. ഓക്കെ, കാരണം എന്താ, ട്യൂബക്ടമി എന്ന് പറയുന്നത് വളരെ പെർമനന്റ് ആയിട്ടുള്ളതാണ് അല്ലെ. പിന്നെ അത് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ ഭയങ്കര പാടാണ് കുറച്ചുകൂടി അല്ലെ. ബാക്കിയുള്ളത് രണ്ടെണ്ണം എന്താ, അതിൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ IUDs നോക്കിയേ, IUDs ഇൻട്രായുട്രൈൻ ഡിവൈസസ്, നമുക്കത് എടുത്ത് കളയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പഴയതുപോലെ ആവാനുള്ള ചാൻസും ഉണ്ട്. പിന്നെന്താ, അത് നിൽക്കുന്ന സമയത്ത് റേറ്റ് എന്താണ് കൺസീവ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ട്യൂബക്ടമി കൺസീവ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്, പക്ഷെ എന്താ റിവേഴ്സിബിൾ അല്ല. ഓക്കെ, അപ്പം കുറച്ചുകൂടി ഐഡിയൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? ഈ ഒരു IUDs ആയിരുന്നു. Okay. How many weeks of pregnancy are considered safe for MTP? MTPക്ക് ഇതില് എത്ര വീക്സ് വരെ ഉള്ളത്, മാക്സിമം എത്ര വീക്ക് വരെ ഉള്ളത് സേഫ് ആയിട്ട് കൺസിഡർ ചെയ്യാം? ഓക്കെ, 6 വീക്ക് അതില് സേഫ് ആണ്. ഓക്കെ, 6 വീക്ക് സേഫ് ആണ്, ഏറ്റവും സേഫ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ മാക്സിമം ഒരു ലെവല് നമ്മൾ നോക്കുകയാണെങ്കിൽ 12 വീക്സ് വരെ ഉള്ള അല്ലെ, 12 വീക്സ് വരെ അതെന്താണ് സേഫ് ആണ്. അതിന്റെ മാക്സിമം എമൗണ്ട് നോക്കുമ്പോൾ എന്താണ്, മാക്സിമം ഒരു കാലയളവ് നോക്കുമ്പോൾ 12 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, കാരണം 12th വീക്ക് വരെ നമുക്ക് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ MTP ചെയ്ത് കഴിയുമ്പോൾ അത് സേഫ് ആണ്. അപ്പൊ ഇവിടെ ഇതാണ് 12th അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, B ആണ്. 18 എന്തായാലും വരില്ല, കാരണം അത് അതിനേക്കാട്ടും ഹൈ ആയിട്ടുള്ളതാണ്, അവിടെ സേഫ് അല്ല. ബാക്കി രണ്ടെണ്ണം സേഫ് ആണ്, പക്ഷെ എന്താണ് ഇവിടെ 12 തന്നിട്ടുണ്ട്. 12 ആണ് കുറച്ചുകൂടി എന്താ ആ ഒരു മാക്സിമം പീരീഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ എങ്ങോട്ട് പറ്റില്ല,
ചെയ്യാൻ പറ്റില്ല. അതിന്റെ താഴേക്കുള്ളതൊക്കെ ചെയ്യാം, പക്ഷെ ആ ഒരു 12th ആണ് അതിന്റെ ഒരു മാർക്കായിട്ട് നിർത്തുന്നത്. Okay. Amniocentesis is the procedure that involves amniocentesis ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒക്കെ അവർക്ക് മനസ്സിലാവും. ഇതിൽ ഏതെങ്കിലും ഒക്കെ മനസ്സിലാവും. ഇതിൽ ഏതോ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അവർ amniocentesis ചെയ്യുന്നത്. അവരുടെ സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ക്രോമസോം? എന്താണ് ഓപ്ഷൻ ഡി ആണോ? മ്യൂട്ടേഷൻസ് കാട്ടിലും എംബ്രിയോണിക് ഡിസീസസിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് അവർ ഇതാക്കുന്നത്. ഓക്കെ, എംബ്രിയോണിക് ഡിസീസസിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ്. ശരിക്കും എന്തിനാണ് നമുക്ക് മ്യൂട്ടേഷൻസ് നോക്കാൻ നമ്മളത് വലുതായിട്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നോക്കുന്നത് എന്താണ്, വല്ല ഡിസീസസും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഒന്നുകിൽ MTP ചെയ്ത് ഇതാക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്താണ് വല്ല അതിന് വല്ല ക്യൂറും കൊടുത്തിട്ട് അത് ഹെൽത്തി ആയിട്ടുള്ള ബേബിയെ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നത്, നമുക്ക് വല്ല എംബ്രിയോണിക് ഡിസീസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നോക്കുന്നത്. ഓക്കെ, അതിന്റെ കൂടെയാണ് സെക്സ് ഡിറ്റർമിനേഷനും വരുന്നത്. എങ്ങനെ എന്ത് വെച്ചിട്ടാണ് നോക്കുന്നത്, ക്രോമസോമൽ പാറ്റേൺസ് വെച്ചിട്ടാണ് മ്യൂട്ടേഷൻസ് നോക്കാനാണെന്ന് നമുക്ക് അങ്ങനെയും ഇത് ആക്കാം. പക്ഷെ ഇവിടെ കുറച്ചുകൂടി ക്ലോസ്ലി നമ്മൾ എന്തിനാണ് മ്യൂട്ടേഷൻസ് നമ്മൾ വെറുതെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ആവശ്യം എന്താണ്, ആവശ്യമായ എംബ്രിയോണിക് ഡിസീസസ് കണ്ടുപിടിക്കേണ്ടതാണ്. ഈ ഒരു കോപ്പർ ടി അത് എന്ത് റോളാ ചെയ്യുന്നത്? അതന്നെ, പ്രിവെന്റ്സ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷനെ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ടെസ്റ്റ് ട്യൂബ് ബേബിക്ക് ഇതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഇതിലിപ്പോ രണ്ട് ഇതല്ലേ പറഞ്ഞിട്ടുള്ളത്, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമില് 2 ടൈപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? സിഫ്റ്റ് അല്ലെ, സിഫ്റ്റ് പറഞ്ഞിട്ടുണ്ട്, IUTയും പറഞ്ഞിട്ടുണ്ട്. ഇതെന്തായാലും ആലോചിച്ച് വെക്കണേ. സിഫ്റ്റ് എന്താണ്? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്. രണ്ടാമത്തെ എന്താ? ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ആണ്. അപ്പൊ ഇതിൽ ഏതാണ് നമ്മൾ അവിടെ കണ്ടത്? ഏതാണ്? ഓപ്ഷൻ ബി. രണ്ടെണ്ണത്തിൽ ഇവിടെ ഏതാ ഉള്ളത്? ബി. ബി ആണുള്ളത്. ഇതാണ് കറക്റ്റ്. ഇനിയിപ്പോ ഇതിനാണ് കൺഫ്യൂഷൻ വരുന്നതെങ്കിൽ മറ്റേത് എന്താണ്? ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ആണ്, IUT ആണ്. ഇതെന്താണ്?
ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ ആണ്, ഐ ആണ്. ഓക്കെ, which of the following is not a measure employed to keep population growth under control? ഇതിൽ ഏതോ ഒന്ന് എന്താണ് പോപ്പുലേഷൻ ഗ്രോത്തിനെ അണ്ടർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാത്ത ഒരു മെത്തേഡാണ് ഇതിൽ ഏതോ ഒന്ന്. ഏതാണ്? Which of the following is not a responsibility of programs for reproductive and child health? RCH ന്റെ പ്രോഗ്രാംസിൽ ഇല്ലാത്ത ഏതോ ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതേതാണ്? പ്രോഗ്രാംസിൽ ഇല്ലാത്ത അബോർഷനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ആര്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വേഗം പോവാം. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ റീപ്രൊഡക്ഷന്റെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാണ്? റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെയും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെയും രണ്ട് ചാപ്റ്ററിൽ നിന്നും കൂടി ഏകദേശം നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, ആ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഫോംസും അതിന്റെ എക്സ്പാൻഷനും ഇതൊക്കെ എന്തായാലും ഒന്ന് നോക്കി വെക്കണം. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻസ് ആണ്. ഇനി വരുന്ന ചാപ്റ്റേഴ്സും എന്താണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ ഈ ഒരു ചാപ്റ്റേഴ്സ് നമുക്ക് നീറ്റിൽ വരുന്നത് സോളജിയുടെ അണ്ടറിലല്ല. ഓക്കെ, എന്നാലും എന്താണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറ്റിക്സിൽ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് അല്ലെ. ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഇൻഹെറിറ്റൻസ്, വാരിയേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതിനെപ്പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ജനറ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. അത് ജീൻസ്, ക്രോമസോംസ് അതിനെയൊക്കെ വെച്ചിട്ടാണ് അതിന്റെ എന്തുള്ളത് സ്റ്റഡി നടക്കുന്നത്. അപ്പൊ അതില് നമ്മുടെ പോർഷൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്താണ് ഇൻഹെറിറ്റൻസ്. അപ്പം എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അല്ലെങ്കിൽ എനിക്ക് എന്റെ പാരന്റ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു പാരന്റിനോട് സിമിലർ ആണ്, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഞാനും എന്റെ സിബ്ലിങ്സും എന്റെ പാരന്റ്സുമായിട്ട് എന്താണ് കുറെ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടാത്തത് കുറെ എന്റെ സിബ്ലിങ്സിന് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അവിടെ എന്തൊക്കെയോ ക്യാരക്ടേഴ്സ് ഒരു നമ്മുടെ പാരന്റ്സിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലേക്ക് അല്ലെങ്കിൽ പ്രോജനിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. എന്തൊക്കെയോ ക്യാരക്ടേഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, അങ്ങനെ പാസ് ചെയ്യുന്നതിനെയാണ്, അങ്ങനെ ക്യാരക്ടേഴ്സ് പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. പാരന്റ്സിൽ നിന്ന് പ്രോജനിലേക്ക് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന്റെ പാസേജ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് ഓൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഹെറിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഹെറിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ പാരന്റ്സിനെ പോലെ റിസംബിൾ ചെയ്യാനുള്ള ആ ഒരു എന്താണ്, ആ ഒരു ടെൻഡൻസി അല്ലെ, അതിനെയാണ് നമ്മള് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇൻഹെറിറ്റൻസ് ആണ് ശരിക്കും എന്ത്, ഹെറിഡിറ്റിന്റെ
ബേസിക്സ് അല്ലെങ്കിൽ ആ ഒരു ബേസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മളെ പാരന്റ്സിനോട് റിസംബിൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതിനർത്ഥം? അവരിൽ നിന്ന് നമുക്ക് എന്തൊക്കെയോ ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം അല്ലെ. അപ്പം ഹെറിഡിറ്റിന്റെ ബേസിസ് എന്താണ്? ഇൻഹെറിറ്റൻസ് ആണ്. ഇനി ഇതിലുള്ള വേറൊരു വേർഡ് ആണ് എന്ത്? വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമ്മള് ഇൻഹെറിറ്റൻസ് പറഞ്ഞു. ഇൻഹെറിറ്റൻസ് എന്താണ്? പാരന്റ്സിൽ നിന്ന് ഓഫ് സ്പ്രിങ്സിലേക്ക് അല്ലെങ്കിൽ പ്രോജനിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് കൊടുക്കുന്നത് അല്ലെ. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പാരന്റ്സിനോട് അതിനോടൊക്കെ റിസംബിൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെ. അതിനെയാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം ഹെറിഡിറ്റിന്റെ ബേസിസ് എന്താണ്? ഇൻഹെറിറ്റൻസ് ആണ് അല്ലെ. ഇനിയിപ്പോ വേരിയേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ടേം, എന്താണ് വേരിയേഷൻ എന്ന് പറയുന്നത്? ഒരു പാരന്റിൽ നിന്നും ഡിഫർ ചെയ്യാനുള്ള ഒരു ഓഫ്സ്പ്രിങ്ങിന്റെ ടെൻഡൻസിയാണ് എന്താ വേരിയേഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പം എന്റെ പാരന്റ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറെയൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് എനിക്ക് എന്റെ പാരന്റ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ സിബ്ലിങ്സിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് കിട്ടാത്തത് ചില ക്യാരക്ടേഴ്സ് എന്റെ സിബ്ലിങ്സിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഒരു കാർബൺ കോപ്പി ആയിട്ടാണോ കാണുന്നത്? അല്ല. എനിക്ക് എന്റേതായിട്ടുള്ള കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, എന്റേതെന്ന് മാത്രം പറയാനുള്ളത് അല്ലെ. അതുപോലെ തന്നെ എന്റെ സിബ്ലിങ്സിന് ഉണ്ടാവും. എന്റെ പാരന്റ്സ് എന്നിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, ഡിഫർ ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ പാരന്റ്സിൽ നിന്ന് ഡിഫർ ചെയ്ത് നമുക്ക് നിൽക്കാനുള്ള, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് ആക്കാനുള്ള അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു ടെൻഡൻസിനെയാണ് വാരിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാരിയേഷന്റെ മെയിൻ റീസൺസ്, നമുക്ക് വാരിയേഷൻ വരാനുള്ള, നമ്മുടെ പാരന്റ്സിൽ നിന്നൊക്കെ നമുക്ക് വാരിയേഷൻ വരാനുള്ള മെയിൻ റീസൺ എന്താണ്? നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് അധികവും ഇത് ചെയ്യുന്നത്, ഇതുപോലെയുള്ള വാരിയേഷൻസ് നമ്മൾ കാണുന്നത്. ഓക്കെ, നമ്മൾ ക്ലോൺ ഉണ്ടാക്കുകയാണ്, അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ എന്താണ്? സെയിം ആയിട്ടുള്ള പാരന്റ്, സെയിം ആയിട്ടുള്ള ഓഫ്സ്പ്രിങ് ഒക്കെ ആണ്. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് എന്തുണ്ടാകുന്നത്? കൂടുതൽ വാരിയേഷൻസ് ഉണ്ടാകുന്നത് അല്ലെ. അതെങ്ങനെയാണ്? ക്രോമസോംസിലൊക്കെ ക്രോസിംഗ് ഓവർ ഉണ്ടാകുന്നത്, അതില് ക്രോമസോംസിലൊക്കെ മ്യൂട്ടേഷൻ വരുന്നതുമാണ് എന്തിന് കാരണമാകുന്നത്? വാരിയേഷന് കാരണമാകുന്നത്. അപ്പൊ മെയിനായിട്ട് ഉണ്ടാകുന്ന വാരിയേഷൻ ഉണ്ടാകുന്ന റീസൺസ് എന്തൊക്കെയാണ്? ക്രോസിംഗ് ഓവർ, ക്രോമസോംസിൽ ഉണ്ടാകുന്ന ക്രോസിംഗ് ഓവർ, അതുപോലെ തന്നെ മ്യൂട്ടേഷൻസ് ഒക്കെയാണ് അതിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ്. ഓക്കെ, നമുക്ക് എന്താ അറിയാം? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് അറിയാം, ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ആ ഒരു ഇതിലാണ് നമ്മുടെ എന്ത് കിടക്കുന്നത്? ആ ഒരു വാല്യൂഷൻ നമുക്ക് നമ്മളിൽ ഉണ്ടാകുന്ന ഓരോരുത്തരുണ്ടാകുന്ന വാല്യൂഷൻ കിടക്കുന്നത്. മാത്രമല്ല, ഈ ഒരു റീപ്രൊഡക്ഷൻ ഇങ്ങനെ വാല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. നമ്മളത് എങ്ങനെയാണ് ആക്കുന്നത്? ഈ ഒരു വാല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും വീണ്ടും ക്വാളിറ്റി ഉള്ളതിനെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്ക് അറിയാലേ. നമ്മൾ ട്രൂ ബ്രീഡ്സ് അല്ലെങ്കിൽ നല്ല ബ്രീഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അതിനെ വീണ്ടും ബ്രീഡ് ചെയ്തതാക്കാനൊക്കെ നമ്മൾ പണ്ടേ ശീലിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊരു ജെനറ്റിക്സിന്റെ ബേസിസിലോ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള സയൻസ് ഒന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല അല്ലെ. പ്ലാന്റ്സും ആനിമൽസിനെയും ഒക്കെ നമുക്ക് ഇതുപോലെ അവരുടെ നല്ല ബ്രീഡ് ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ വീണ്ടും ബ്രീഡ് ചെയ്ത് ക്രോസ് ബ്രീഡ്, നല്ല 2 ബ്രീഡുകൾ എടുത്ത് ക്രോസ് ബ്രീഡ് ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയ വെറൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് നല്ല എന്താ പറയുക, ഉൽപാദന ശേഷി ഉള്ളതിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. പക്ഷെ അതിനുള്ള സയന്റിഫിക് റീസൺസ് ഒന്നും അറിഞ്ഞിട്ടൊന്നും ആയിരുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള സയന്റിഫിക് റീസൺസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലം ആയെങ്കിലും അല്ലെ, അത് ഈ അടുത്താണ് എന്നുവെച്ചാൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അടുത്താണ് എന്തുണ്ടായിട്ടുള്ളത്? ഈ ഒരു സയന്റിഫിക് റീസൺസ് നമുക്ക് നോൺ ആയി തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇതിലൊരു ഇത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സാം പറയുന്നുണ്ട് എന്താണ്? സേവോൾ കൗ എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചാബിലുള്ള സേവോൾ കൗ. അത് നമ്മൾ എങ്ങനെയാണ്? ഒരു വെൽനോൺ ആയിട്ടുള്ള ഇന്ത്യൻ ബ്രീഡാണ്. അത് നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ആൻസസ്ട്രൽ ആയിട്ടുള്ള വൈൽഡ് കൗസിൽ നിന്ന് നമ്മൾ അതിന്റെ നല്ല ബ്രീഡിനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് എന്ത്?
സൈബോളൊക്കെ ആവുന്ന പറഞ്ഞിട്ടുള്ള പഞ്ചാബ് ഇതിൽ കാണുന്ന പഞ്ചാബ് റഷ്യയിലൊക്കെ കാണുന്ന അത് വെൽ നോൺ ആയിട്ടുള്ള ഇന്ത്യൻ ബ്രീഡ് ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ജനറ്റിക് ടേംസിനെ പറയുന്നതിന് മുമ്പ് ഈ ഒരു നമ്മുടെ ജനറ്റിക്സ് അല്ലെങ്കിൽ ഈ ഒരു ഇതിനെ പറ്റിയുള്ള പഠിത്തം, ഈ ഒരു സയന്റിഫിക് ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു സയന്റിഫിക് റീസൺസ് അത് ഫസ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ആദ്യമായിട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ അതിനൊരു മൈൽ സ്റ്റോൺ കൊണ്ടുവന്നത് ാണ് അല്ലെ, അദ്ദേഹത്തിന്റെ വർക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ജനറ്റിക്സ് അല്ലെങ്കിൽ ഈ ഒരു ഇതില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് അതെന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ, എന്തൊക്കെയാണ്. അലീൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അധികം കാണാൻ പറ്റും. അലീൽസ് എന്ന് പറഞ്ഞിട്ട് കുറെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താണ് ഈ അലീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ജീനിന്റെ ആൾട്ടർനേറ്റീവ് ഫോം ആണ് ഈ ഒരു അലീൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തുണ്ട്, നമുക്ക് എന്താണ് ഇങ്ങനെ കാണുന്നത് അല്ലെ. അപ്പം ഓരോന്നിനും എന്ത് കാണും, ഒരു സ്പെസിഫിക് ക്യാരക്ടറിന്റെ ജീൻ എന്ത് കാണും, രണ്ട് അലീൽസ് ആയിട്ട് നമുക്ക് ഓരോ അലീൽ ഓരോന്നിനായിട്ട് കാണും. അപ്പൊ ഇതിലൊരു അലീൽ ഉണ്ടാവും, ഇതിലൊരു അലീലായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ, നമ്മൾ ഡിപ്ലോയിഡ് ആണ്, നമുക്ക് ഒരു എന്താണ് ഡിപ്ലോയിഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഭാഗം എവിടുന്ന് മദറിൽ നിന്നും ഒരു ഭാഗം ഫാദറിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പം ഓരോ സെറ്റ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ജീൻസ് കിട്ടുന്നത്. ഒരേ ക്യാരക്ടറിന്റെ ഓരോ സെറ്റ് ജീൻ കിട്ടുന്നുണ്ട്. അപ്പം അതില് ഒരു ജീനിന്റെ തന്നെ എന്താണ് രണ്ട് ക്രോമസോം അല്ലെങ്കിൽ രണ്ട് ആംസിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അതിന് ഒന്നിനെ നമ്മൾ എന്ത് പറയും, ഓരോന്നിനെ എടുക്കുമ്പോൾ ആ ഒരേ ജീനിന്റെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഫോമിനെ നമ്മൾ എന്ത് പറയും, അലീൽസ് എന്ന് പറയും. അവർ എന്തിനെയാണ് കോഡ് ചെയ്യുന്നത്, കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സിനെയാണ് കോഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനെന്താ പറയുന്നത്, അലീൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയ്റ്റ്സിനെയാണ് എന്ന് വെച്ചാല് ഒരു ഹൈറ്റിനെ കോഡ് ചെയ്യുന്ന ജീൻസ് അല്ലെങ്കിൽ അലീൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രണ്ടെണ്ണത്തിനെ കാണാൻ പറ്റും അല്ലെ. അപ്പൊ ചിലപ്പോ ഒന്നിൽ എന്തായിരിക്കും ടോൾ ആയിട്ടുള്ള ഇതിനെ കോഡ് ചെയ്യുന്നതായിരിക്കും, ഒന്നെന്തായിരിക്കും സ്മോൾ ടി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിൽ എന്തായിരിക്കും എക്സ്പ്രഷൻ വരിക, ഇങ്ങനെയായിരിക്കും എന്ത് ആ ഒരു ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള അതിന്റെ എക്സ്പ്രഷൻ വരുന്നത്. അതിനാണ് എന്ത് പറയുന്നത്, അലീൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് ഫീനോടൈപ്പ്. ഫീനോടൈപ്പ് എന്താണ്, നമ്മളിപ്പോ ഒരു ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിനെ എന്തിനെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ അതിനെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, ആ ഒരു അപ്പിയറൻസ് ആണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, വിസിബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, വിസിബിൾ ആയിട്ടുള്ള ഒബ്സർവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓർഗാനിസം ആണ് എന്ത് ഫീനോടൈപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ട്രൂ ബ്രീഡിംഗ് ലൈൻ എന്താണ്, ഒരു ട്രൂ ബ്രീഡിംഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് സെൽഫായിട്ട് റീപ്രൊഡക്റ്റീവ് ആ ഒരു ഇതില് ഒരുപാട് സെൽഫ് റീപ്രൊഡക്റ്റീവ് ആ ഒരു നടത്തിയിട്ട് എന്താണ് സ്റ്റേബിൾ ആയിട്ടുള്ള കുറെ കുറേ ജനറേഷനിലേക്ക് ഒരേ എക്സ്പ്രഷൻസ് കാണിക്കുന്ന സ്റ്റേബിൾ ആയിട്ടുള്ളവരെ ആ ഇതിനെയാണ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ്, ആ ഇതിനെയാണ് നമ്മൾ ട്രൂ ബ്രീഡിംഗ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള നടന്നിട്ടുണ്ടാവും കോർഡിനേഷൻ അല്ലെങ്കിൽ ക്രോസിംഗ് നടന്നിട്ടുണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽഫ്. അങ്ങനെ എന്തായി സെൽഫ് ക്രോസിംഗ് നടന്ന് കുറെ ജനറേഷനിൽ എത്തുമ്പോൾ പിന്നെ എന്തായി സ്റ്റേബിൾ ആയി, ക്യാരക്ടേഴ്സ് സ്റ്റേബിൾ ആയി, അതിന് മാറ്റം വരാതെയായി. പിന്നെ എന്തായി സെയിം എക്സ്പ്രഷൻസ് ഇങ്ങനെ ജനറേഷൻസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി അല്ലെ. അതിനെയാണ് എന്ത് ട്രൂ ബ്രീഡിംഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അവരെന്തായിരിക്കും, അവർക്ക് അധികം ഡോമിനന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമല്ലേ അതിൽ ഉണ്ടാവുള്ളൂ. കാരണം കുറെ ജനറേഷൻ അവരെന്താണ് സ്റ്റേബിൾ ആയിട്ടുള്ള വേറൊരു ഇതും കാണിച്ചിട്ടില്ല, വേറൊരു
ക്യാരക്ടേഴ്സും അവർ കാണിക്കുന്നില്ല, എക്സ്പ്രഷനും കാണിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ജീനോടൈപ്പ് ആണ്. എന്താണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്? നമ്മൾ ഫീനോടൈപ്പ് പറഞ്ഞു ഒബ്സർവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന്. നമ്മൾ ജീനോടൈപ്പ് പറയുകയാണെങ്കിൽ അതിനുള്ളിലുള്ള ജീനിന്റെ ടൈപ്പാണ് പറയുന്നത്. ജീൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ എന്തിൽ നോക്കുന്നത്? ജീനോടൈപ്പിൽ നോക്കുന്നത്. ഓക്കെ, ജീനോടൈപ്പ് ചിലപ്പം എന്താണ് ഹോമോസൈഗസ് ആവാം, ഹെട്രോസൈഗസ് ആവാം അല്ലെ. ചിലപ്പോൾ ഹെട്രോസൈഗസിൽ തന്നെ നമുക്ക് ഫീനോടിപ്പിക് ആയിട്ട് നമുക്ക് മനസ്സിലാവാത്ത ചിലപ്പോൾ ഒരേ ഇത് കാണിക്കുക അല്ലെ. ഹെട്രോസൈഗസ് ആയിട്ടും ഹോമോസൈഗസ് ആയിട്ടും നിൽക്കുമ്പോഴും ഒരേ ക്യാരക്ടർ ചിലപ്പോൾ കാണിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അതിന്റെ ജീനോടൈപ്പ് എടുത്ത് നോക്കുമ്പോൾ മാത്രമേ അത് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഹോമോസൈഗസ് എന്നുള്ളതാണ്. അത് ട്രൂ ബ്രീഡിങ് അല്ലെങ്കിൽ പ്യുവർ ലൈൻ തന്നെയാണ് ഇത് ഹോമോസൈഗസ് എന്ന് പറയുന്നത് അല്ലെ. ഹോമോസൈഗസ് എന്ന് പറയുമ്പോൾ എന്താണ്? ട്രൂ ബ്രീഡിങ് ആയിട്ടുള്ള ഒരു പ്യുവർ ലൈൻ തന്നെയായിരിക്കും. ഇതില് നമ്മുടെ ട്രൂ ബ്രീഡിങ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. കുറെ ജനറേഷനിലേക്ക് അവർ ഒരേ എക്സ്പ്രഷൻസ് തന്നെയാണ് കാണിക്കുന്നത് അല്ലെ. അപ്പം ഇതുപോലെ ഹോമോസൈഗസ് എന്ന് പറയുന്നത് എന്താണ്? അതില് ഒരേ ടൈപ്പ് അലീൽസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കാണുന്നുള്ളൂ. രണ്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള അലീൽസ് ആയിരിക്കും ഉണ്ടാവുക. ഹെട്രോസൈഗസ് എന്ന് പറയുമ്പോഴോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അലീൽസ് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ പോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അലീൽസ് കാണാൻ പറ്റും. ഇനി എന്താണ് ക്യാരക്ടർ, എന്താണ് അതിന്റെ ട്രെയ്റ്റ്സ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ആ പ്ലാന്റ് അല്ലെങ്കിൽ ഓർഗാനിസം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഹൈറ്റ് എന്താണ്? അതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ആയിട്ട് എടുക്കാം അല്ലെ. ആ ഹൈറ്റിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഹൈറ്റിന്റെ ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എടുക്കാം? ഹൈറ്റ് എങ്ങനെയൊക്കെ വരാം? നല്ല ഹൈറ്റ് ഉള്ള ആളാണ് അല്ലെ, അല്ലെങ്കിൽ എന്താവാം ഡോർഗ് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ആളാണ്. ഇതിന്റെ മിഡിൽ ആയിട്ടുള്ള ഹൈറ്റ് ഉള്ളവരും ഉണ്ടാവാം. പക്ഷെ നമ്മൾ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എടുക്കുക അല്ലെങ്കിൽ ട്രെയ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യാരക്ടറാണ്, ഒരു ഓർഗാനിസം ഷോ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതിന്റെ ട്രെയ്റ്റ്സ് എന്ന് പറയുമ്പോൾ നല്ല ടോൾ ആയിട്ടുള്ള ആളാവാം അല്ലെങ്കിൽ നല്ല ഡോർഫ് ആയിട്ടുള്ള ആളാവാം. അത് രണ്ടും അതിന് എന്താണ്? കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ആണ്. ഇങ്ങനെ രണ്ട് ട്രെയ്റ്റ്സ് മാത്രമേ ഒരു ക്യാരക്ടർ ഉണ്ടാവുന്നില്ല. ഒരുപാട് ട്രെയ്റ്റ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഹെയറിന്റെ കളർ ഒരു ക്യാരക്ടർ ആയിട്ട് എടുത്തു കഴിഞ്ഞാല് പലതരത്തിലുള്ള ഹെയർ കളർ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്? അത് കുറേ ടൈപ്പ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റുമല്ലേ. ഓക്കെ, അങ്ങനെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് രണ്ടെണ്ണം തന്നെ ആണെന്ന് ഒരു നിർബന്ധമില്ല, ഒരുപാടെണ്ണമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഫ്ലവറിന്റെ കളറ്, പ്ലാന്റിന്റെ ഹൈറ്റ്, സീഡിന്റെ ഷേപ്പ്, ഐ കളറ്, ഇതൊക്കെ എന്താണ്? ക്യാരക്ടേഴ്സ് ആണ്. ഒരു ട്രെയ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വാരിയന്റ് ഫോർ ക്യാരക്ടർ. ആ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന വാരിയേഷൻസിനെയാണ് എന്ന് പറയുന്നത് ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫ്ലവേഴ്സ് എടുക്കുകയാണെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ പേർപ്പിൾ കളേഴ്സ്, ഫ്ലവർ എടുക്കുകയാണെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ പേർപ്പിൾ കളേഴ്സ് ഉള്ള ഫ്ലവർ ഉണ്ട്. അത് അത്രമാത്രമല്ല, അതിൽ കളറുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് എടുക്കുകയാണെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കളറുള്ള ഫ്ലവേഴ്സ് എടുക്കുകയാണെങ്കിൽ അതെന്താണ്? അത് രണ്ടും അതിന്റെ ട്രെയ്റ്റ് ആണ്, രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് ആണ്. പിന്നെ ടോളർ പ്ലാന്റ്, റൗണ്ട് അല്ലെങ്കിൽ റിബിൾഡ് ആയിട്ടുള്ള സീഡ്സ്, പിന്നെ ഐസിന്റെ കളർ, ഒരുപാട് ഐസിന്റെ കളർ കാണാൻ പറ്റുന്നില്ലേ. ഓക്കെ, അപ്പൊ ഇതൊന്നും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ആരാണ് നമുക്ക് ഒരു മൈൽ സ്റ്റോൺ ഈ ഒരു ഇതിൽ തന്നിട്ടുണ്ടായിരുന്നത്? ഗ്രഹർ ജോഹാൻ മെൻഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അല്ലെ. ആളെന്താണ്? ഒരു ഓസ്ട്രിയൻ മോങ്ക് ആണ്. അദ്ദേഹത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ആരെയാണ്? ഗ്രഹർ ജോഹാൻ മെൻഡലിനെയാണ്. ആരാണ്? ഫാദർ ഓഫ് ജനറ്റിക്സ്. അദ്ദേഹം എന്താണ് ചെയ്തത്? ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ആണ് ചെയ്തത്. ആരിലാണ് ചെയ്തത്?
ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ആണ് ചെയ്തത്. ഗാർഡൻ പീ പ്ലാന്റിലാണ് ചെയ്തത്. ഗാർഡൻ പീ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്താണ്? പിസൺ സറ്റേറിയം എന്നുള്ളതാണ്. അത് ഞാൻ ഇറ്റാലിക്സിൽ ആക്കിയിട്ടില്ല, ഞാൻ എന്ത് ചെയ്തു അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പിസൺ സറ്റേറിയം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്ത് ഈ ഒരു പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഓക്കെ, എത്ര കാലമാണ് അദ്ദേഹം ആ ഒരു ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് നടത്തിയത്? 7 വർഷത്തോളമാണ് നടത്തിയത്. 1856 മുതൽ 1863 വരെ 7 വർഷക്കാലമുള്ള അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ അനലൈസ് ചെയ്തിട്ട് ഇത്രയും തിയറീസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം കുറെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് മെൻഡലിന്റെ ഈ ഒരു എക്സ്പെരിമെന്റ്സ് ഭയങ്കര സക്സസ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ആ എക്സ്പെരിമെന്റിനാണ് ആദ്യമായിട്ട് എന്ത് മാത്തമാറ്റിക്കൽ ലോജിക്കും പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ബയോളജി ഫീൽഡിലേക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് മാത്തമാറ്റിക്കൽ ലോജിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും ഒക്കെ എന്ത് ചെയ്തു, അദ്ദേഹമാണ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ്, അദ്ദേഹം എടുത്ത സാമ്പിളിംഗ് സൈസ് വളരെ ലാർജ് ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് സൈസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അതില് ആ ഒരു ലാർജ് സാമ്പിളിംഗ് സൈസിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടി കുറച്ചുകൂടി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താണ് എല്ലാത്തിനും ബാധകമായിട്ടുള്ള കുറച്ചുകൂടി നല്ല റിസൾട്ട് ആയിട്ട് കിട്ടുന്നുണ്ടാവും അല്ലെ. പിന്നെ എന്താ, ഈ ഒരു സാമ്പിളിംഗ് സൈസ് വലുതായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു ക്രെഡിബിലിറ്റി കിട്ടിയത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ പിസൺ സറ്റേറിയം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെ സെലക്ട് ചെയ്യാൻ കാരണം? ആ ഒരു പ്ലാന്റിന് എന്തുണ്ട്, ക്ലിയർ കട്ട് ആയിട്ട് കുറെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. ആ പ്ലാന്റ് കുറെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്, കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. അത് മാത്രമല്ല അതിന് ഈസി ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ ഇങ്ങനെ ഒരു പ്ലാന്റ് എടുത്ത് നമ്മളതിനെ പഠിക്കുമ്പോൾ എന്ത് പറ്റണം, നമ്മുടെ ലൈഫ് ടൈമില് അല്ലെങ്കിൽ പെട്ടെന്ന് പ്രോജക്ട്സിനെ ഉണ്ടാക്കാൻ പറ്റുന്ന, അതിന്റെ ഇതിനെ പഠിക്കാൻ പറ്റുന്ന പ്രോജക്ട്സ് അല്ലെങ്കിൽ അവരുടെ ഫീച്ചേഴ്സിനെ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ജനറേഷനെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പ്ലാന്റ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അപ്പം കൾട്ടിവേറ്റ് ചെയ്യാൻ ഈസി ആണ്. പിന്നെന്താ, ഫെർട്ടൈൽ ഹൈബ്രിഡ്സ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾക്ക് യൂസ് ചെയ്യണമല്ലേ? കാരണം എന്താ, അവര് സ്വയം പോളിനേഷൻ ഏതെങ്കിലും ഒക്കെ ചെടി വെച്ച് നടത്തിയാൽ പോരാ, നമ്മള് ഉദ്ദേശിക്കുന്ന പോലെയുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം, അത് റെഡി ആണോ നോക്കണമെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഡോർഫുമായിട്ട് തന്നെ ക്രോസ് ചെയ്യണം എന്ന് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പോളിനേഷൻ ചെയ്യണം. അങ്ങനെ പോളിനേഷൻ ചെയ്യാനുള്ള പറ്റിയിട്ടുള്ള ഫ്ലോറൽ സ്ട്രക്ചർ ആണ് ആർക്ക് പിസൺ സറ്റേറിയത്തിലുള്ളത്. പിന്നെ അവരുടെ ലൈഫ് സൈക്കിളും ഗ്രോത്ത് പീരീഡും ഒക്കെ എന്താണ്, ഷോർട്ട് ആണ്. പിന്നെ ഒരുപാട് നമ്പർ ഓഫ് എന്തുണ്ടാക്കുന്നുണ്ട്, പ്രോജനീസിന് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സിന് ഉണ്ടാക്കുന്നുണ്ട്. അത് പഠിക്കാനായിരിക്കും കുറച്ചുകൂടി ഈസി ആക്കും. ഇദ്ദേഹം പഠിച്ചിട്ടുള്ള നമ്മുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് ഏതൊക്കെയാണ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, അതിന്റെ സീഡിനെ എടുത്ത് നോക്കിയപ്പോ ആ സീഡിന്റെ ഫോം ഏതൊക്കെയാണ്, ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് റെഡ് ആയിട്ടുള്ളത്. പിന്നെ എന്താണ്, അതിന്റെ കോട്ടിലിഡൻസ് എടുത്ത് നോക്കിയപ്പോ യെല്ലോ ആൻഡ് ഗ്രീൻ കോട്ടിലിഡൻസ് കണ്ടു. അപ്പൊ ഇത് എന്തൊക്കെയാണ്, ഇത് മുഴുവൻ എന്താണ്, ക്യാരക്ടേഴ്സ് ആണ്. ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത് മുഴുവൻ എന്താണ്, ക്യാരക്ടേഴ്സ് ആണ്. താഴെ കൊടുത്തിട്ടുള്ളതോ അതിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് ആണ്. ഈ ഒരു സീഡിന്റെ ഫോമിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്താ, കോട്ടിലിഡൻസിന്റെ ട്രെയ്റ്റ്സ് ആണിത്, കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ്. പിന്നെ ഫ്ലവറിന്റെ കളർ ഏതൊക്കെയാണ്, വൈറ്റും വയലറ്റും ആണ്. പിന്നെയോ പോഡ്, അതിന്റെ പോഡ് എടുത്ത് നോക്കിയപ്പോൾ എന്തൊക്കെ കണ്ടോ, ആ പോഡിന്റെ ഫോം ഫുള്ളായിട്ടുള്ള
കോഡും കണ്ടു. പിന്നെ അതുപോലെ തന്നെ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിംഗിൾഡ് ആ ഒരു കൺസ്ട്രക്റ്റഡ് സ്റ്റേറ്റിലുള്ള കോഡും കണ്ടു ചിലതിന്. അതുപോലെ തന്നെ കോഡിന്റെ കളറിൽ ഡിഫറൻസ് കണ്ടു. ഏതൊക്കെയാണ്? യെല്ലോ കളറുള്ള കോഡുള്ള ഇതിനെയും കണ്ടു. അതുപോലെ തന്നെ ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള കോഡ്സ് ഉള്ളതിനെയും കണ്ടു. പിന്നെ എന്താണ് സ്റ്റെമ്മിന്റെ പ്ലേസ് അതുപോലെ തന്നെ സൈസ് അങ്ങനെയുള്ള കുറെ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് സ്റ്റഡി ചെയ്തതിൽ നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ഉള്ള ഇൻഹെറിറ്റൻസ് ഓഫ് 1 G ഒരൊറ്റ ജീനിന്റെ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ മോണോഹൈബ്രിഡ് ക്രോസ് നോക്കുകയാണ് നമ്മൾ. എങ്ങനെയാണ്? ഒരു ക്യാരക്ടർ എടുത്തു, അതിന്റെ ഒരു കോൺട്രാസ്റ്റിംഗ് പെയർ എടുത്തു, അവർ എന്ത് ചെയ്യാണ്? ക്രോസ് ചെയ്യാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പൊ മെന്റൽ എന്താണ് ചെയ്തത്? ഒരു ടോൾ പ്ലാന്റും എടുത്തു, ഒരു ഡോർഫ് പ്ലാന്റും എടുത്തു, അവർ എന്ത് ചെയ്തു? അതെന്താണ്? ഒരു ക്യാരക്ടറാണ്, ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് ആണ് അല്ലെ. അവരെന്ത് ചെയ്തു? അവർ ക്രോസ് ചെയ്തു. അപ്പൊ ഹോമോസൈഗസ് ആയിട്ടുള്ളവരെയാണ് എടുത്തത് കേട്ടോ. ട്രൂ ബ്രീഡിംഗ് ലൈൻസിലെ ഹോമോസൈഗസ് ആയിട്ടുള്ളവരെയാണ് എടുത്തത്. അപ്പൊ പാരന്റ്സ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്? ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ട്, ഹോമോസൈഗസ് ആയിട്ടുള്ള പ്ലാന്റിനെയാണ് എടുത്തത്. ടോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാപിറ്റലിറ്റി ആണ് അല്ലെ. ടോൾ ആണ്, ഹോമോസൈഗസ് ആണ്, അതുകൊണ്ട് തന്നെയാണ് ക്യാപിറ്റലിറ്റി എന്ന് വന്നത്. ഇനി ഡോർഫ് ആണ്. ഡോർഫ് എന്തായാലും ഹോമോസൈഗസ് ആയിരിക്കും. കാരണം എന്താ? ഡോർഫ് ആവണമെങ്കിൽ രണ്ടരിയിലും റെസസീവ് ആയിട്ടുള്ളതിൽ വരണം ഈ ഒരു കേസിൽ. ഓക്കെ, അങ്ങനെയാകുമ്പോ എന്താണ്? സ്മോൾ ടി അത് ഡോർഫ് ആണ്, അത് ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോർഫ് ആണ്. അതിന് രണ്ടെണ്ണത്തിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ഓഫ് അലീൽസ് നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് കിട്ടും? ഒരൊറ്റ ടൈപ്പ് ഓഫ് അലീലേ നമുക്ക് കിട്ടുള്ളൂ. കാരണം എന്താ? ഇതില് ഒരൊറ്റ ടൈപ്പ് ഓഫ് അലീലല്ലേ ഉള്ളൂ. ഒരു ക്യാപിറ്റൽ ടി എങ്ങനെ എടുത്താലും നമുക്ക് ക്യാപിറ്റൽ ടി മാത്രമേ കിട്ടുള്ളൂ അതിന്. അപ്പൊ അതെന്താണ്? ഒരു ടൈപ്പ് ഓഫ് അലീലാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൽ എങ്ങനെ എടുത്താലും നമുക്ക് എങ്ങനെ കിട്ടുള്ളൂ? ഒരു സ്മോൾ ടി മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്നും എന്തേ വരുന്നുള്ളൂ? ഒരു ടൈപ്പ് ഓഫ് അലീൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? അതുകൊണ്ട് തന്നെ ഒരു ടിയും ഒരു ടി ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തപ്പോ എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഫോമാണ് കിട്ടുന്നത് അല്ലെ. ഇതെന്താണ്? F1 ജനറേഷൻ ആണ്. F1 ജനറേഷനിൽ ഒരു ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഫോമാണ് കിട്ടുന്നത്. ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഫോമാണ്, പക്ഷെ അതെന്താണ്? ടോളാണ്. ഓക്കെ, അപ്പൊ എന്താണ്? F1 ജനറേഷനിൽ ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സ് ഏതെങ്കിലും ഒരു പാരന്റിന്റെ പോലെയാണ് ഉണ്ടാവുക. ഓക്കെ, ഹെട്രോസൈഗസിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് F1 ജനറേഷനിൽ ആവുന്നത് എപ്പോഴും പാരന്റിനെ ഏതെങ്കിലും ഒരു പാരന്റിനെ ആണ് ഉണ്ടാവുക. ആ പാരന്റിനെ പോലെയാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ എന്താണ്? ടോൾ ആയിട്ടുള്ള പാരന്റ് ആണ്, പാരന്റിനെ സിമിലർ ആയിട്ടുള്ളവരെയാണ് കിട്ടിയത്. പക്ഷെ എന്താണ്? ഉള്ളില് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, പക്ഷെ റിസംബിൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പാരന്റ്, ഒരൊറ്റ പാരന്റിനെ മാത്രമായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു F1 ജനറേഷനിൽ മൊത്തം ടോൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ കിട്ടുള്ളൂ അല്ലെ. ഇപ്പൊ നാല് ഓഫ്സ്പ്രിങ്സ് ആണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് അല്ലെ. 4 ടൈപ്പ് എന്ന് പറയുമ്പോൾ നാല് എന്താണ്? ടോൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഹെട്രോസൈഗസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഈ ഒരു ടൈപ്പ് ആൾക്കാർ മാത്രമേ നമുക്ക് ഇന്ന് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എന്തായാലും മെന്റലി നെക്സ്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ F1 ജനറേഷനിലുള്ള F1 ജനറേഷനിൽ ഉണ്ടായിട്ടുള്ള പ്ലാന്റ്സിന് എന്ത് ചെയ്തു? സെൽഫ് പോളിനേഷൻ ചെയ്തു. സെൽഫ് പോളിനേഷൻ ചെയ്തെന്ന് വെച്ചാല് F1 ആരാണ് ഉണ്ടായിട്ടുള്ളത്? ഹെട്രോസൈഗസ് ആയിട്ടുള്ള ടോൾ പ്ലാന്റ് ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. അപ്പം ഹെട്രോസൈഗസ് ആയിട്ടുള്ള ടോൾ പ്ലാന്റിനെ അങ്ങോട്ട് സെൽഫ് ചെയ്തു. സെൽഫിംഗ് എന്ന് പറയുമ്പോൾ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സെൽഫ് ക്രോസ് ചെയ്തു. സെൽഫ് ക്രോസ് ചെയ്തപ്പോ ഈ ഒരു ഹെട്രോസൈഗസ് ആയിട്ടുള്ളതിൽ നിന്ന് എത്ര ടൈപ്പ് അലീൽസിനെ നമുക്ക് കിട്ടും? നമുക്ക് തരുന്ന 2 ടൈപ്പ് അലീൽസിനെ കിട്ടും അല്ലെ. കാരണം എന്താ? ഒരു ക്യാപിറ്റൽ ടി ഉണ്ട്, ഒരു സ്മോൾ ടി ഉണ്ട്. ഇവിടെയും അതുപോലെ തന്നെ 2 ടൈപ്പ് ഓഫ് അലീൽസിനെ കിട്ടും. അപ്പം ആ 2 ടൈപ്പ് അലീൽസിനെയും നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ,
എന്താണ് ഗമീറ്റ്സ് ആണ്. ആ ഗമീറ്റ്സിന്റെ ഇതായതുകൊണ്ടാണ് അതിനെന്ത് ചെയ്തിട്ടുള്ളത്, റൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓരോ ഐലൻഡ്സിനെ എടുത്ത് എഴുതുമ്പോൾ അല്ലെങ്കിൽ ആ ഗമീറ്റ്സിനെ എടുത്ത് എഴുതുമ്പോൾ എന്ത് വേണം, അതിനെ റൗണ്ട് ചെയ്ത് കാണണം. അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് കാണുകയാണെങ്കിൽ അത് എന്താണ്, ഗമീറ്റ്സ് ആ ഫോമിലാണുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു ഗമീറ്റ്സിനെ എന്ത് ചെയ്തു, ഫ്യൂസ് ചെയ്യാൻ പറ്റും. ഫ്യൂസ് ചെയ്യുമ്പോൾ എത്ര കോമ്പിനേഷൻസ് അവർക്ക് വരാമെന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു 4 കോമ്പിനേഷൻ എന്തിൽ വരാം, ഈ ഒരു 4 കോമ്പിനേഷൻ വരാം. ഓക്കെ, ഈ ഒരു 4 കോമ്പിനേഷൻസ് വരാം. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഈ ഒരു ടിയും ചേർന്നിട്ട് ക്യാപിറ്റൽ ടി ഉള്ള ടോൺ ആയിട്ടുള്ള പ്ലാന്റ് വരാം. അല്ലെങ്കിൽ ഈ ഒരു ക്യാപിറ്റൽ ടിയും ഇവിടെ ഉള്ള ഒരു സ്മോൾ ടിയും ചേർന്നിട്ട് എന്താവാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ള ടോൾ പ്ലാന്റ് വരാം. അതുപോലെ തന്നെ ഇവിടെയുള്ള സ്മോൾ ടിയും ഇവിടെയുള്ള ക്യാപിറ്റൽ ടിയും ചേർന്നിട്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾ പ്ലാന്റ് വരാം. ഇവിടെയുള്ള സ്മോൾ ടിയും ഈ സ്മോൾ ടി രണ്ട് ഹോമോസൈഗസ് ആയിട്ടുള്ള റെസിസ്റ്റീവ് ക്യാരക്ടേഴ്സ് ചേർന്ന് കഴിഞ്ഞാൽ എന്താ വരുന്നത്, ഡോർഫ് ആയിട്ടുള്ള പ്ലാന്റിനെ കിട്ടും അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒരു ഹോമോസൈഗസ് ആയിട്ടുള്ള എന്തിനെ കിട്ടി, ടോൾ പ്ലാന്റിനെ കിട്ടി. 2 ഹെട്രോസൈഗസ് ആയിട്ടുള്ള ടോൾ പ്ലാന്റിനെ കിട്ടി. ഒരു ഡോർഫ് പ്ലാന്റിനെ നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ ഇതാണ് എന്ത് F2 ജനറേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കുറെ പറയാനുണ്ട്. നമുക്ക് എന്തായാലും നോക്കാനുള്ള കഴിയുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നാളെ ഇതിന്റെ ബാക്കി പറയാം.